कार्पुण्यदोषोपगतस्वभावगपृच्छामत्तं धर्मसुमूढचेतः यश्रेयस्यानिश्चितं ब्रूहितन्मे शिष्यस्तेऽहं शाधिमां तां प्रपन्नम् ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഇന്ന് നമുക്ക് 16-ാമത്തെ അധ്യായം, ഗീതയിൽ 16-ാമത്തെ അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് വേർതിരിച്ചറിയേണ്ട ഗുണദോഷങ്ങളാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ദൈവിക സമ്പത്ത് എന്താണെന്നും ആസുരീ സമ്പത്ത് എന്താണെന്നും എന്തിനെ ആശ്രയിച്ചാലാണ് ശാശ്വതമായ ശാന്തിയും സമാധാനവും ലഭിക്കുക, ഈശ്വരപ്രാപ്തിയിലേക്ക് വരെ എത്തണം എന്നുണ്ടെങ്കിൽ ദൈവിക സമ്പത്തിനെ ആശ്രയിക്കണം. അതിൽ മാത്രമാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള വിധി പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആ ശരീരം ആസുരി സമ്പത്താണ്. എന്തുണ്ടായിട്ട് നശിക്കുന്നു അതൊക്കെ ആസുരി സമ്പത്താണ്. അതൊക്കെ ദോഷം ചെയ്യുന്നതുമാണ്. ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ ദോഷം ചെയ്യുകയും ചെയ്യും. അതൊക്കെ പ്രേയസാണ്. താനും ഉണ്ടായിട്ട് നശിക്കുന്നത് എന്തൊക്കെയോ പ്രേയസാണ്. അപ്പൊ നമ്മൾ തന്നെ ഈ രണ്ട് സ്വത്തിൻ്റെയും ഉടമകളാണ്. ആസുരി സമ്പത്താകുന്ന ശരീരവും ഉണ്ട്, അതിൽ ഈശ്വരീയ ഗുണങ്ങളാകുന്ന ദൈവിക സമ്പത്തുമുണ്ട്. ഇത് രണ്ടും തുലനാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജീവാത്മാവിനാണ് മനുഷ്യ ശരീരം കിട്ടുക. നമ്മൾ അനേകം 84 ലക്ഷം തരം ജീവജാലങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. യാതൊരു സംശയവും വേണ്ട. ഞാൻ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടില്ല, ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല എന്നൊന്നും പറയണ്ട. എല്ലാവരും ഈ 21 ലക്ഷം ചെറുപ്രാണികള്, വേർപ്പിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ചെറുപ്രാണികൾ 21 ലക്ഷം വെറൈറ്റീസ് ഇന്ന് ലോകത്തുണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നായിട്ട് ജനിക്കാത്ത ഒരു ജീവിയും ഉണ്ടായിരിക്കില്ല. അവിടെ നിന്ന് ഓരോന്നോരോന്നായിട്ട് പരിണാമത്തിൽ വന്നതാണ്. അപ്പൊ ചിലപ്പം ഒരു ചെറിയ പ്രാണിയായിട്ട് തന്നെ എത്രയോ പ്രാവശ്യം ജന്മം എടുത്തിട്ടുണ്ടാവാം. 21 ലക്ഷം വെറൈറ്റി ഉണ്ട്, എല്ലാത്തിലൂടെയും കടന്നു വരാം. അതിനൊന്നും ഒരു വിലക്കുമില്ല. അങ്ങനെ പരിണാമങ്ങൾക്ക് വിധേയമാവും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 21 ലക്ഷം പൊട്ടിമുളയ്ക്കുന്ന സസ്യലതാദികളുണ്ട്. അതും 21 ലക്ഷം സസ്യലതാദികൾ പൊട്ടിമുളയ്ക്കുന്നവ ഈ ലോകത്ത് ഇന്നും അവൈലബിൾ ആണ്. ഇത് സൃഷ്ടിയിലുള്ളതാണ്. ഇതിലൊന്നും അമൈൻമെന്റ്സോ അല്ലെങ്കിൽ വെറൈറ്റീസോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പലതും കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. ആ കൂടെ ഇതും കൊണ്ട് ഓരോന്നോരോന്ന് കണ്ടുപിടിക്കാം. ഒന്നും വിഷമില്ല. മനുഷ്യന് വിശേഷ ബുദ്ധിയുള്ളതുകൊണ്ട് കണ്ടുപിടിക്കാനും വിഷമമൊന്നുമില്ല. പിന്നെ 21 ലക്ഷം മുട്ടയിൽ നിന്ന് വിരിയുന്നത്, അതും വെറൈറ്റീസ് ഇന്നും അവൈലബിൾ ആണ്. അപ്പം ഇതിലൊക്കെ നമ്മൾ കടന്നു വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ഇതൊക്കെ പരീക്ഷകളാണ്, പരീക്ഷണ ഘട്ടങ്ങളാണ്. പരിണാമങ്ങൾക്ക് ഇതിലെല്ലാം കടന്നു വന്നാലേ മനുഷ്യനായിട്ട് ജനിക്കാനുള്ള പക്വത വരൂ. അപ്പൊ അങ്ങനെ പിന്നെ പ്രസവിച്ചുണ്ടാകുന്ന 21 ലക്ഷം വെറൈറ്റീസ് ഉണ്ട്. അതിൽപ്പെടുന്നതാണ് മനുഷ്യനും. അതിൽ മനുഷ്യന് മാത്രമാണ് ഈ പറയുന്ന കാറ്റഗറീസിനെ എല്ലാം വേർതിരിച്ചറിയാനും അതിനെ കണ്ടുപിടിക്കാനും അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ വിചിന്തനം ചെയ്യാനുമുള്ള കഴിവ് മനുഷ്യന് മാത്രമുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു മനുഷ്യജന്മത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എല്ലാ കാറ്റഗറീസിലും കടന്നു വന്ന് പക്വത വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃത്യാ തന്നെ 50% ദൈവിക സമ്പത്തും 50% ആസുരി സമ്പത്തിനും യോഗ്യതയോടുകൂടി വരുന്ന ജീവാത്മാവിനാണ് മനുഷ്യ ശരീരം കിട്ടുക. ഈ മനുഷ്യനാണ് ഇതിനെ ഗുണവും ദോഷവുമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ടത് വേണ്ട വിധത്തിൽ വിവേചന ശക്തിയോടുകൂടി തന്നെ അതിനെ എന്താണ് നമുക്ക് പോഷിപ്പിക്കേണ്ടത്, എന്തിനെയാണ് ആശ്രയിക്കേണ്ടതെന്നൊക്കെ ദൃഢനിശ്ചയം ചെയ്ത് ത്യാഗമനസ്സോടെ അത് നടപ്പാക്കുന്നവർക്ക് മനുഷ്യ ശരീരത്തിലൂടെ മാത്രമേ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കൂ. ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതൊന്നും വ്യർത്ഥമാക്കി കളയാം. അതിനെ നേച്ചറും കൾച്ചറെന്നോ ഏത് തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനം. പുണ്യം പാപം 50% ആയി നിൽക്കുന്നവർക്ക് ഇങ്ങനെ പറയാം, ഇല്ലെങ്കിൽ നേച്ചറും കൾച്ചർ എന്ന് പറയാം, ദൈവിക സമ്പത്തും ആസുരി സമ്പത്തും എന്ന് പറയാം. എങ്ങനെയായാലും 50% ഈ പറയുന്ന ഗുണവും ദോഷവും ഈക്വലൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു ജീവാത്മാവിനാണ് മനുഷ്യ ശരീരം കിട്ടുക. അത് ഗീതയിൽ ഇതുവരെ പറഞ്ഞ ശാസ്ത്രത്തെ രഹസ്യമായിട്ട് ഭഗവാൻ ശാസ്ത്രത്തെ ശാസന വ്യവസ്ഥയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്.
ഇത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനാണ് കൃതകൃത്യനായി തീരുക. അവനാണ് യഥാർത്ഥത്തിൽ ഉത്തമ മനുഷ്യനാകുന്നതെന്ന് പറഞ്ഞു. ആ ഉത്തമ മനുഷ്യനായാൽ അവനിൽ പ്രകടമാകുന്ന ഈശ്വര സാക്ഷാത്കാരത്തിന് നമ്മളിൽ പ്രകടമാകേണ്ട സ്വഭാവത്തിൽ 26 ഗുണങ്ങളും ഉണ്ടായിരിക്കണം. ഇതിൽ 50% എല്ലാവർക്കും ഈക്വലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. മനുഷ്യജന്മം കിട്ടുമ്പോൾ തന്നെ 50% ദൈവിക സമ്പത്തും 50% അസുരീ സമ്പത്തോടു കൂടി തന്നെ ജയിക്കണം. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ ദൈവാധീനം എന്ന് പറയും. താൻ ബാധി ദൈവം ബാധി എന്നൊക്കെ പറയണത് ഈ ഒരു ശക്തിയെ തന്നെ. അപ്പൊ 26 ഗുണങ്ങളും നമ്മളിലുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ പ്രവർത്തിതമാകുന്ന 50% ഉള്ളൂ. അത് ഭക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിരീശ്വരവാദി ആയാലും യുക്തിവാദി ആയാലും ഭക്തിവാദി ആയാലും എല്ലാവർക്കും ഒരേപോലെ തന്നിട്ടുണ്ട്. കാമധേനുവിനെ പോലെ ഈ ദൈവീയ സമ്പത്തും തന്നിട്ടുണ്ട്, ആസുരീ സമ്പത്തും തന്നിട്ടുണ്ട്. അത് പക്ഷെ ആക്ടിവേറ്റ് ചെയ്യുന്നത് 50% ഓട്ടോമാറ്റിക്കാണ്. അത് ആ യജ്ഞഭാവനയിൽ ഈശ്വരന്റെ നിയമം അനുസരിച്ച് തന്നെ ഒരു നിരീശ്വരവാദിക്ക് പോലും പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ അത് നിജപ്പെടുത്തി വെച്ചിരിക്കുക 50%. ഇതിനെയാണ് പോഷിപ്പിക്കാൻ പറയുന്നത്. കർമ്മയോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ദേവാൻ ഭാവയതാനേനതേ ദേവ ഭാവയന്തുവാക പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യത എന്ന് പറഞ്ഞു. ശ്രേയസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ദൈവിക സമ്പത്തിനെ നമ്മുടെ കയ്യിൽ 50% ഇതിനെ അപ്ഗ്രേഡ് ചെയ്യണം, ഇതിനെ പ്രൊമോട്ട് ചെയ്യണം, അഥവാ പോഷിപ്പിക്കണം. അത് പോഷിപ്പിക്കുമ്പോൾ അതിൻ്റെ ശക്തി വർദ്ധിക്കും. പിന്നെ നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയൊക്കെ ഗുണപ്രദമായിട്ടും ഈശ്വരന്റെ ഗുണങ്ങൾ എവിടെയൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ പ്രകടമാകുന്നു അതൊക്കെ ദൈവീയ സമ്പത്താണ്. ദൈവീയ സമ്പത്ത് ഇല്ലാതെ ജീവിച്ചിരിക്കാൻ പോലും സാധ്യമല്ല. ദൈവീയ സമ്പത്താണല്ലോ ജീവൻ. ഏറ്റവും വലിയ സമ്പത്ത് എന്താ? അതിന്റെ ഭണ്ഡാരമാണ് ജീവൻ എന്ന് പറയുന്നത്. അത് ഭഗവാന്റെ വരദാനമാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് 26 ഗുണങ്ങളുമുണ്ട്. ഈശ്വരന്റെ എല്ലാ ഗുണങ്ങളും നമ്മളിലുണ്ട്. പക്ഷെ അത് സാധാരണഗതി പ്രവർത്തിതമാകുന്നത് 50%. 50% മറച്ചു വെച്ചിരിക്കുക. അതാണ് ഇത് ഗുഹ്യതമം ശാസ്ത്രം മിതമുക്തം മയാനക. ആ രഹസ്യത്തെ മനസ്സിലാക്കി അതിനെയാണ് പോഷിപ്പിക്കേണ്ടത്. പ്രകടമാകുന്ന ഓട്ടോമാറ്റിക് പ്രകടമാകും. നിരീശ്വരവാദിക്കും പ്രകടമാകും, ഭക്തി ഇല്ലാത്തവർക്കും പ്രകടമാകും, എല്ലാവർക്കും മറ്റ് ജീവജാലങ്ങളൊക്കെ പ്രകടമാകും. ഇതേ സിസ്റ്റം തന്നെയാണ് ടോട്ടൽ സൃഷ്ടി നടത്തുമ്പോൾ തന്നെ ഈ പഞ്ചഭൂത തത്വങ്ങളും ഈശ്വരന്റെ ശക്തിയും 50% അതേപടി നിലനിർത്തിക്കൊണ്ട് ബാക്കി 50% മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഈ 50% ഈശ്വരന്റെ ഗുണങ്ങൾ ദൈവീയ സമ്പത്ത് ഉണ്ടെന്നർത്ഥം ഓട്ടോമാറ്റിക്. അത് പ്രപഞ്ചത്തിലും ഉണ്ട് 50%. പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ പ്രക്രിയയും 50% ശക്തി കൊണ്ടാണ് നടക്കുക. അത് പ്രകൃതിയിലുള്ളത് പോലും പോഷിപ്പിക്കണേ മനുഷ്യൻ വിചാരിക്കണം. അത് നിജസ്ഥിതി 50% ഉള്ളത് കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഈ പറയുന്ന എല്ലാ സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളും ബാക്കിയുള്ള എന്തൊക്കെ ചലനാത്മകമായിട്ട് പ്രവൃത്തി നടക്കുന്നുണ്ടോ, സൃഷ്ടിയുടെ വ്യവഹാരം നടക്കുന്നുണ്ടോ, അതൊക്കെ 50% ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. അതിനുള്ള ശക്തി അതിൽ തന്നെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജീവജാലങ്ങളിൽ 50% ഈശ്വരീയ ഗുണങ്ങളുണ്ട്, മനുഷ്യരിലും ഉണ്ട്. നമ്മൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ജീവിച്ച് ഇരിക്കുമല്ലോ. എത്ര കാലം ജീവിച്ചിരിക്കണോ അത്രയും കാലം ജീവിക്കും. അപ്പോൾ ശ്വാസം കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല, ഭക്ഷണം കഴിച്ചാൽ ഇരിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. അവിടെ ഒന്നും ഒരു പക്ഷപാതം ഇല്ലാതെ നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും ഒക്കെ അവർക്ക് അവബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കോമൺ ആയിട്ട് നടക്കും. പിന്നെ ഭക്തിയിലേക്ക് വരുമ്പോഴാണ് എന്താണ് ദൈവീയ സമ്പത്ത്, എന്താണ് ആസുരീ സമ്പത്ത് എന്ന് നമ്മളെ ഇതാണ് ശരിക്കും ഈ ഭക്തിയോഗ സിദ്ധി. ഭഗവാൻ പറഞ്ഞത് ഈ ശാസ്ത്രം പഠിച്ചിട്ട് അനുസരിച്ചാൽ ഈശ്വര സാക്ഷാത്കാരത്തിന് നമ്മളിൽ പ്രകടമാകുന്ന സ്വഭാവത്തിൽ തന്നെ നമുക്ക് പ്രകടമാകുന്ന ഭാവങ്ങളാണ് ദൈവീയ ഗുണങ്ങൾ. അത് ആദ്യത്തെ 3 ശ്ലോകം കൊണ്ട് തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ളത് മുഴുവൻ ആസുരി സമ്പത്താണ്. അപ്പോൾ ആസുരി സമ്പത്തിനെയാണ് കൂടുതൽ ഈ അധ്യായത്തിൽ കൂടുതൽ ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. ബാക്കി 21 ശ്ലോകങ്ങളും ആസുരി സമ്പത്തിനെ പറ്റിയാണ് പറയുന്നത്. ദൈവീയ സമ്പത്ത് 3 ശ്ലോകത്തിൽ ഒതുക്കി. കാരണം എന്താ? ഇതുവരെ 15 അധ്യായത്തിലൂടെ പറഞ്ഞതൊക്കെ ഈ ദൈവീയ സമ്പത്തിനെ പോഷിപ്പിക്കാനുള്ള കർമ്മയോഗം, നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ചെയ്യുക. അത് ചെയ്യാൻ എളുപ്പമാണ്, ചെയ്താൽ ശാശ്വതമായ സുഖമാണ് എന്നൊക്കെ പറയും.
അപ്പൊ ശാസ്ത്രവിധി പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ ശാശ്വതമായിട്ട് യോജിപ്പിച്ച് നിർത്തി തുലനാവസ്ഥയിൽ നിൽക്കുന്നവർക്കാണ് ഈ പറയുന്ന ശാശ്വതമായ സുഖം സമാധാനം അനുഭവിക്കാൻ സാധിക്കുക. അപ്പൊ ഇനി ആ ഭക്തിയോഗ സിദ്ധിയിലെ എന്താണ് ദൈവീയ സമ്പത്ത്, എന്താണ് ആസുരി സമ്പത്ത്, ഇത് നമ്മുടെ ശരീരത്തിലൂടെ തന്നെ നമ്മൾ കണ്ടെത്തണം, അത് അനുഭവിച്ചറിയണം. അതിനെയാണ് ഈശ്വര ദൈവീയ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്, അതെന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ പോഷിപ്പിച്ച് അത് അനുഭവിച്ചറിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരായി. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് അധ്വാനിക്കൊന്നും വേണ്ട, നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് 50%. അതിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് പോകുന്നു വേണ്ട. ഗുരുവൊക്കെ നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്നേ ഉള്ളൂ, നിങ്ങൾ തന്നെ അച്ചീവ്മെന്റിലേക്ക് എത്തേണ്ടത്. നമ്മൾ സാധാരണഗതിയിൽ ദൈവാധീനം എന്ന് പറയും, താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞ് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് കിടക്കും. പകുതി കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി, പകുതി ദൈവം ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. ദൈവം ചെയ്യാനുള്ള ചെയ്തു കഴിഞ്ഞു. ഭഗവാൻ നിർഗുണ പരബ്രഹ്മമായിട്ട് വിഗ്രഹ രൂപത്തിൽ ആ ശ്രീകോളിനകത്ത് ഇരിക്കണ്ട് അല്ലേ? ഭഗവാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടാ ചിരിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്തോ, ഒരു വിരോധമില്ല. അപ്പൊ 50-50% ഈക്വലൈസ് ചെയ്തുകൊണ്ട് ദൈവീയ സമ്പത്ത് 50% എന്നിട്ട് 50% ആസുരി സമ്പത്ത് നടന്നിട്ട് അത് നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നോ, ദൈവീയ സമ്പത്തിനെ പോഷിപ്പിച്ച് അത് നിലനിർത്തിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു കാര്യത്തിനും ദുഃഖിക്കേണ്ടി വരില്ല. എന്നാ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ദുഃഖിക്കണേ? നിങ്ങൾ ആസുരി സമ്പത്തിന്റെ പിന്നാലെ പോയിട്ടാ ദുഃഖിക്കണത്. സുഖം ദുഃഖമൊന്നും ഈശ്വരന്റെ പട്ടില്ല. നിങ്ങൾ ശാസ്ത്രമായിട്ട് ശോചിത് മർക്കസ് 2-ാം അധ്യായത്തില് ഗീതാ തത്വം പറയുമ്പോൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ഭഗവാൻ, നിങ്ങൾക്ക് ദുഃഖിക്കാനേ അവകാശമില്ലെന്നാ പറഞ്ഞേക്കണേ. വേണ്ടതൊക്കെ തന്നിട്ടുണ്ട്, അത് വേണ്ട പോലും ഉപയോഗിക്കാത്തതിന്റെ കുഴപ്പമാണ്. എനിക്കിപ്പോ ഒരു ദുഃഖമില്ലല്ലോ. ഞാൻ ഗീത ശരിക്കും പഠിച്ചിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഒരു ദുഃഖമില്ല. ഇവിടെ ആരില്ലെങ്കിലോ, സഹായിക്കാൻ ആളുണ്ടോ ഇല്ലയോ, ഇതൊന്നും ഒരു പ്രശ്നമല്ല. കുറച്ച് ഭക്തിയുള്ളവരെ ഞാൻ വിളിച്ചു പറഞ്ഞാൽ മതി, എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഇവിടെ ഹാജരായിക്കൊള്ളവർ, അതൊരു സംശയമില്ല. ഡെഡിക്കേറ്റഡ് ആണോ പിന്നെ സംശയിക്കുന്ന പ്രശ്നമില്ല, അല്ലേ? മാറ്റിവെക്കുന്ന പ്രശ്നമില്ല. എപ്പോഴാ വേണ്ടേ, എന്താ വേണ്ടേ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവർ അങ്ങനെയാണ് പ്രവർത്തിക്കുക. അപ്പം നമുക്ക് എന്താ പറഞ്ഞേ, തുഷന്തിച്ച രമന്തിച്ചാന്നാ പറഞ്ഞേക്കണേ, അല്ലേ? നമ്മൾ എപ്പോഴും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം എന്നാ ഭഗവാന്റെ ഉദ്ദേശ ലക്ഷ്യം. സുഖവും ദുഃഖവും ഈ 2 പ്രൊഡക്ഷനും ഈശ്വരൻ്റെതല്ല. നമ്മൾ വിധി എന്ന് പറഞ്ഞ് ഈശ്വരനെ പഴിച്ച് നടക്കുക. നമുക്ക് എല്ലാ ശക്തിയും തന്നിട്ടാണ്, അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തതിന്റെ പരിണത ഫലമാണ് ഈ സുഖദുഃഖങ്ങൾ നമുക്കുണ്ട്. ഇഷ്ടമുള്ളത് സംഭവിച്ചാൽ, ഇഷ്ടമുള്ളത് കിട്ടിയ സന്തോഷം, അത് സുഖമായിട്ട് തോന്നും, അല്ലേ? ആ കിട്ടിയത് നഷ്ടപ്പെട്ടാലോ പിന്നെ കരഞ്ഞോണ്ടിരിക്കണ ഭഗവാൻ പറഞ്ഞിട്ടാ. ആസുരി സമ്പത്ത് ഉണ്ടായിട്ട് നശിക്കും. ഭഗവാനോട് ചോദിച്ച് മേടിച്ചാൽ പോലും ശാശ്വത അല്ലാതെ നശിക്കും. ഭഗവാൻ ഗുരുവായൂരപ്പനും സഹസ്രാമത്തിൽ രുദ്രന്റെ പേരുണ്ട്. രുദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? കരയിപ്പിക്കുന്നവനാ. അതിന് ഒരർത്ഥം കൂടെ ഉണ്ട്, കരച്ചിൽ മാറ്റുന്നവെന്നും കൂടെ അർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? കരയിപ്പിച്ചിട്ട് കരച്ചിൽ മാറ്റിത്തരും. ഭയം ഉണ്ടാക്കും, ഭയനാശവും ചെയ്യും. ഒരാൾ തന്നെയാണ് 2 ഭാവത്തിൽ പ്രകടമാണ്. ഇത് നമ്മളൊന്ന് ബോധം ഉണ്ടായാൽ മതി. അപ്പൊ സുഖം തരുന്ന ആൾ തന്നെയാണ് ദുഃഖിപ്പിക്കുന്നത്, ദുഃഖിപ്പിക്കുന്ന ആളാണ് സുഖിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ സുഖത്തിനും ദുഃഖത്തിനും മോഡൽ ആനന്ദം അനുഭവിക്കണമെങ്കിൽ മാത്രാസ്വസുഖത്തേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമ പായിനോ അനിത്യത്താം തിദിക്ഷുഭാരത. നമ്മൾ അനേക ജന്മങ്ങളിൽ ഈ പറയുന്ന വെറൈറ്റീസിലൂടെ, അനേക ജീവജാലങ്ങളുടെ വെറൈറ്റീസിലൂടെ ഒക്കെ കടന്നു വരുമ്പം അവിടെയൊക്കെ കരയാൻ ആദ്യം പഠിപ്പിക്കാം. ജനിക്കുമ്പോ തന്നെ കരഞ്ഞോണ്ടല്ലേ വരണേ. കരച്ചിലിന് കാരണം എന്താ? പഴയത് കിടക്കണ്ട്, കരയാൻ അയോഗം. മനസ്സിലായില്ലേ? ആര് പറഞ്ഞാലും മാറ്റാൻ പറ്റില്ല. കരയുന്നവർക്ക് അറിയാം, ഇത്രയേ ഉള്ളൂ. അത് കരഞ്ഞോളുക. എൻ്റെ മുമ്പ് ആരെങ്കിലും കരയുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടം തീരുന്നവരൊക്കെ എത്ര നേരം കരയും? കരഞ്ഞോളം പറയും.
ഉള്ള സങ്കടം മുഴുവൻ തീരട്ടെ, പുറത്തേക്ക് വരട്ടെ. അത് ഡിപ്രസ് ചെയ്ത് വെക്കുന്ന അതിന് വലിയ അപകട. പിന്നെ വിങ്ങി പൊട്ടും. എപ്പോഴാ പൊട്ടണേന്ന് പറയാൻ പറ്റില്ല. ആ പൊട്ടലിൽ ചിലപ്പോൾ ബോധം പോവും. അതിൽ നല്ലതെന്താ? ഒരു ഒഴുക്കാണ് അത് വന്നു പോയ. അതാണ് മാത്രാസ് ബസ്. സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ജയവും പരാജയവും ചൂടും തണുപ്പും ഒക്കെ ഈ പ്രകൃതിയുടെ സ്വഭാവം. ഇതിനെ ആദ്യം സഹിച്ചു പഠിക്കൂ. സഹിക്കാൻ പഠിച്ചാലുണ്ടല്ലോ പിന്നെ ഒരു കുളിർമ വരും. കുറെ കാലം സഹിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരേ പ്രസന്നത, ശാന്തം, പ്രസന്നത അത് നിലനിർത്താൻ സാധിക്കും. ഇതാണ് ആത്മസ്വരൂപം. ആത്മാവിൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അത് സുഖമാണ്, ശാന്തമാണ്, ആനന്ദമയമാണ്. പക്ഷെ അങ്ങോട്ടൊന്ന് എത്തണ്ടേ. ഇനി ഈ ദൈവീയ സമ്പത്ത് കുറഞ്ഞാൽ എന്താ കുഴപ്പം? 50% നമുക്ക് കിട്ടിയിട്ടുണ്ടേ, അത് കുറയാതെ ആദ്യം സൂക്ഷിക്കാം, അതപ്പതിപ്പിക്കാതെ നോക്കുക. എന്നാൽ നിങ്ങൾക്ക് സാധാരണ പോലെ ഈ സുഖം ദുഃഖം അനുഭവിച്ചുകൊണ്ടാണെങ്കിൽ സാധാരണ പോലെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ജീവിക്കാം. മനുഷ്യ ജന്മത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യാം, കീപ്പപ്പ് ചെയ്യാം, അതപ്പതിക്ക് വരിപ്പരുത്. ഇനി അത് കുറഞ്ഞാലോ? 0.050% നിന്ന് ദൈവീയ സമ്പത്തിന് നിങ്ങൾക്ക് 0.01% കുറവ് വരുന്നത് നമ്മുടെ പ്രവൃത്തികളുകൊണ്ടാണ്. അസുരി സമ്പത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ഈ ദൈവീയ സമ്പത്തിനെ ശ്രദ്ധിക്കാതിരിക്കും, പോഷിപ്പിക്കാതിരിക്കും. അപ്പോഴത് കുറവ് വരിക. അത് കുറവ് വന്നാലോ അതിൻ്റെ കൺസിക്വൻസീസ് അനുഭവത്തിലൂടെ ഉണ്ടാകാൻ തുടങ്ങും. ദോഷങ്ങളും സുഖങ്ങളും. എന്ത് പാപം ചെയ്തിട്ടാ ഞാൻ ഇതൊക്കെ അനുഭവിക്കണേ എന്ന് ചിന്തിക്കാനൊക്കെ ഇടവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവാധീനം കുറഞ്ഞെന്ന് മനസ്സിലാക്കുക. ഇതിനൊരു രാശിയും വെച്ച് നോക്കുകയൊന്നും വേണ്ട. കൂടുതൽ പ്രശ്നമായാൽ എന്താ? നിങ്ങളെ കൊണ്ട് സാധാരണഗതിയിൽ അടുത്തുള്ളവരെ ഡോക്ടറെ കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിലെത്തിക്കുമ്പോൾ നിങ്ങളൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് രാശി വെച്ച് നോക്കും. രാശി വെച്ചാൽ ആദ്യം പറയുന്നത് എന്താ? ഏത് രാശി കിട്ടിക്കോട്ടെ, അപ്പം പറയുന്നത് എന്താ? ദൈവാധീനം മറിഞ്ഞു നിൽക്കും അല്ലേ? അത് കൂട്ടാനുള്ള ചാർത്ത് തരും. പിന്നെ ഓടി നടന്നിട്ട് സർപ്പത്തിന് കൊടുക്കാനുള്ളത് അവിടെ കൊടുക്കാനുള്ളത് ഇവിടെ. അത് കണ്ടുപിടിക്കാൻ, പരിഹാരം കണ്ടുപിടിക്കാൻ പ്രശ്നമില്ല. നിങ്ങൾ ദൈവാധീനം മറിഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്താ? കലിയുഗത്തിൽ എളുപ്പമാണ്. നാമം ജപിക്കൂ, ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പനൊരു പാൽപ്പായസം കഴിക്കൂ, അടുത്തുള്ള പരദേവതയ്ക്ക് കൊടുക്കൂ, സർപ്പങ്ങൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞൊരു ചാർത്ത് തരും. പിന്നെ അതും പിടിച്ചുകൊണ്ട് നടക്കും അല്ലേ? ഇല്ലാത്ത പൈസ ചിലപ്പോൾ കടം മേടിച്ചിട്ട് അതിൻ്റെ പരിഹാരവും ചെയ്യും. കുറച്ചു കാലത്തേക്ക് ശാന്തി സമാധാനം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെയും ജൈസത്തെ. ഈ ഒരു പ്രാവശ്യം ദൈവാധീനം ഉണ്ടാക്കി അത് നിലനിർത്തണ്ടേ? പിന്നെ ശ്രദ്ധ കുറഞ്ഞാൽ വീണ്ടും താഴ്ന്നു. അപ്പൊ ആസുരി സമ്പത്തിനെ പോഷിപ്പിച്ച് നിർത്താൻ ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ ദൈവാധീനം കുറയും. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താ? ദൈവീയ സമ്പത്തിനെ പോഷിപ്പിക്കണം. പോഷിപ്പിച്ച് നിർത്തിക്കൊണ്ട് ആസുരി സമ്പത്തിനെ അനുഭവിച്ചോളൂ. നിങ്ങൾക്ക് ഒരിക്കലും ദോഷം ഉണ്ടാവില്ല. ദോഷം ഉണ്ടായാലും അത് പരിഹരിക്കപ്പെടും. കാരണം ആശ്രയം നമ്മൾ നേരെ തിരിച്ചാ. മനുഷ്യനെല്ലാം ഇന്ദ്രിയ ഭോഗസുഖങ്ങളും ശരീരസുഖത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും അതാ അല്ലേ? ആയുരാരോഗ്യ സൗഖ്യം പോഷിക്കും. ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട് ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടേ? ശരീരം കൊണ്ട് തപസ് ചെയ്യണം, വാക്കുകൊണ്ട് തപസ് ചെയ്യണം, മനസ്സുകൊണ്ട് തപസ് ചെയ്യണം. ഇതൊക്കെ ചെയ്യാതെ ഗുരുവായൂരപ്പനോട് എനിക്ക് ആയുരാരോഗ്യ സൗഖ്യം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാതെ ഒരു പ്രാർത്ഥനയും നടത്തിയിട്ട് കാര്യമൊന്നുമില്ല അല്ലേ? ലോട്ടറി അടിക്കണേന്ന് പ്രാർത്ഥിച്ച് ലോട്ടറി എടുക്കൂല, നോക്കൂല്ലാത്ത ആൾക്ക് ലോട്ടറി ഇങ്ങനെ അടിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ദൈവീയ സമ്പത്ത് എല്ലാവിധ തെറ്റിദ്ധാരണകളും അവ മൂലമുണ്ടാകുന്ന വ്യാമോഹങ്ങളും നീങ്ങിയവനാണ് അസമ്മൂഢൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതാണ്. എന്ത്? ആരാ എന്നെ ഭജിക്കുക എന്ന് പറഞ്ഞു? യോ മാമേവ സമ്മൂഢ. സമ്മൂഢൻ എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ടത്ത അറിവില്ലാത്തവൻ, വ്യാമോഹങ്ങളിൽ പെട്ടിരിക്കണൻ, ആസുരി സമ്പത്തിന്റെ പിന്നാലെ ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ മൂഢത്തെ ഉപയോഗിക്കാം. അസമ്മൂഢൻ എന്ന് പറഞ്ഞാലോ ഇതില്ലാത്തവൻ. സമ്മൂഢൻ എന്ന് പറഞ്ഞാൽ
ഈ മോഹവലയത്തിൽ അസുരി കണ്ടതിൻ്റെ കേട്ടതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നവനെയാണ് സമ്മൂഢൻ എന്ന് പറയുന്നത്. അസമ്മൂഢൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകാത്തവൻ, കംപ്ലീറ്റ് മോഹങ്ങളെ രാഹിത്യം വരുത്തവനെയാണ് അസമ്മൂഢൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സമ്മൂഢനായിരിക്കുന്ന ആളെ ഒരിക്കലും എന്നെ ഭജിക്കില്ല. അതുകൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് സർവദ്വിത് ഭജതി മാം സർവഭാവേന ഭാരത എന്ന് പറഞ്ഞു അല്ലെ. ഈ മൂഢത്വം മുഴുവൻ കളഞ്ഞിട്ട് എല്ലാ ഭാവത്തിലും എപ്പോഴും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും യത്കരോഷി യസ്നാസി യജ്ജുകോഷി ദദാസിയത് എന്നെ തന്നെ അനന്യമായിട്ട് ഭജിക്കൂ. അതിനെന്താ വേണ്ടത്? ശാസ്ത്രം പഠിക്കാൻ പറഞ്ഞു, ശാസ്ത്രത്തിന്റെ രഹസ്യം മനസ്സിലാക്കാൻ പറഞ്ഞു. മനസ്സിലാക്കുന്നവന് കൃതകൃത്യനായിരിക്കും, ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനായിരിക്കും. അവന്റെ വിശേഷ ബുദ്ധി പറയുന്ന ഈശ്വര ഗുണങ്ങളും ആസുരി സമ്പത്തും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ, ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കും. അവൻ ബുദ്ധിമാന്മാരിൽ ബുദ്ധിനും ശ്രേഷ്ഠനായിരിക്കുന്ന ഭാരതീയനുമായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ട് എല്ലാവിധ തെറ്റിദ്ധാരണ അവ മൂലമുണ്ടാകുന്ന വ്യാമോഹങ്ങളും നീങ്ങിയവനാണ് അസമ്മൂഢൻ എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. പരമാത്മാവിനെ പുരുഷോത്തമൻ എന്ന് അറിഞ്ഞുകൊണ്ട് സർവജ്ഞനായി ഭവിക്കാനും സർവാത്മന പരമാത്മാവിനെ ഭജിക്കാനും കഴിയുക എന്നതാണ് കഴിഞ്ഞ അധ്യായത്തിൽ വ്യക്തമാക്കിയത്. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് അസമ്മൂഢനായി തീരാൻ സാധിക്കുക. കാലദേശ ഭേദം കൂടാതെ മനുഷ്യരെ എല്ലാം ദൈവിക സമ്പത്തോട് കൂടിയവരെന്നും ആസുരീ സമ്പത്തോട് കൂടിയവരെന്നും രണ്ടും വിഭാഗമായിട്ട് തിരിക്കാം. ഇതിൽ ദൈവിക സമ്പത്തോട് കൂടിയവരാണ് പരമപദപ്രാപ്തിക്ക് അർഹരാകാൻ കഴിയുക. അർഹരായതാൽ മാത്രം പോരാ, എല്ലാവർക്കും അർഹതയുണ്ട്. അർഹത എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അർഹത ഒരിക്കലും യോഗ്യത അല്ല. യോഗ്യത നമ്മൾ നേടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം വേണം. അതിന് ഈ ശരീരം ഉപയോഗിക്കണം. ഈ പ്രകൃതിയുടെ നിയമങ്ങളെ തെറ്റിച്ചിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. ഗുരുവായൂരപ്പനാണ് നമ്മുടെ പ്രാണശക്തി എന്ന് പറഞ്ഞാൽ ജീവനെയാണ് പ്രാണൻ ഉദ്ദേശിക്കുന്നത്. ആ ജീവൻ ശരീരത്തിൽ നിൽക്കുന്ന വായുവിന്റെ ഗതിവിഗതി കൊണ്ട് തന്നെയാ. ഒക്കെ ഗുരുവായൂരപ്പൻ നോക്കോളും പറഞ്ഞാൽ നിങ്ങൾ ശ്വാസം എടുക്കാതിരുന്നാൽ എനിക്ക് ഇനി ബാക്കിയുള്ളതൊക്കെ ഉപേക്ഷിക്കാം, വ്രതം അനുഷ്ഠിക്കാം, ബാക്കി ഭക്ഷണം കഴിക്കാതിരിക്കാം, വെള്ളം കുടിക്കാതിരിക്കാം, ഉപവാസം നോക്കാം. ഒരു നിമിഷം നിങ്ങൾക്ക് ശ്വസിക്കാൻ വായു എടുക്കാതിരിക്കാൻ പറ്റുമോ? എടുക്കാതിരുന്നാലും പ്രശ്നമാവും, എടുത്തിട്ട് വിടാതിരുന്നാലും പ്രശ്നമാണ്. അപ്പൊ വായുവിലാണ് ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് വായു എന്ന് പറയുന്നത് വായു രൂപേണ വിഷ്ണുവാണ് ഇരിക്കുന്നത്. അപ്പൊ അതില്ല എന്ന് പറയാൻ പറ്റുമോ? അതിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നമ്മൾ പറയുമ്പോൾ ആധ്യാത്മിക തത്വങ്ങൾ അങ്ങേറ്റത്തെ ഉയർന്ന നിലയിലൊക്കെ സംസാരിക്കാം. പ്രാക്ടിക്കൽ തലത്തിലേക്ക് വരണം നമ്മള്. അല്ലാതെ തത്വധികമായിട്ട് പഠിച്ചിട്ട് കുറെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ജ്ഞാനം നേടിയാൽ നിങ്ങൾക്ക് സാക്ഷാത്കാരമൊന്നും നടക്കുകയില്ല. ജ്ഞാനത്തെ വരെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉത്തരഗീതയില് പ്രാണായാമത്തിന്റെ ക്രിയായോഗം ചെയ്യാൻ പറഞ്ഞത്? പ്രാണനാണ് സകലമെന്നും പ്രാണനെ നിലനിർത്തുന്ന വായു ആണെങ്കിലും പ്രാണവായുവിനെ നിയന്ത്രിക്കണം. എങ്ങനെ നിയന്ത്രിക്കണം എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ വ്യർത്ഥമായ മോഹങ്ങൾ കൊണ്ടൊന്നും ഈശ്വര സാക്ഷാത്കാരം നടക്കില്ല. ശരീരമാധ്യമം കൊല്ലു ധർമ്മസാധനം എന്നാ പറഞ്ഞേക്കണേ. നിങ്ങൾക്ക് ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഈ ശരീരത്തെ വായു അല്ലെ ജീവൻ പരമാത്മാവിനോട് ചേരുന്ന ആ ഒരു നിമിഷം നിങ്ങൾക്ക് പിന്നെ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട. ആ ഒരു ഘട്ടത്തെയാണ് ശങ്കരാചാര്യർ പോലും ഞാൻ മനസ്സല്ല, ഇന്ദ്രിയമല്ല, അതല്ല, ഇതല്ല എന്നൊക്കെ പറഞ്ഞത്. ആ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തണ്ടേ? സാധാരണക്കാരുടെ ലെവലിൽ ചിന്തിക്കൂ. ഞാൻ എപ്പോഴും ചിന്തിച്ച് പറയുന്ന സാധാരണക്കാരുടെ ലെവലിൽ അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് ഉയർന്നവരുടെ ചിന്താഗതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിടത്ത് എത്താൻ സാധിക്കില്ല. നിങ്ങൾക്ക് അവര് പറയുന്നത് ഉൾക്കൊള്ളാൻ തന്നെ സാധിക്കില്ല. ഒരു ചുക്കും മനസ്സിലാവില്ല. നമ്മൾ സാധാരണ നിലയിലേക്ക് വരണം. ഞാൻ സാധാരണക്കാരുടെ ലെവലിൽ നിന്നാ സംസാരിക്കാം.
ഇല്ലെങ്കിൽ ആധ്യാത്മിക തത്വങ്ങൾ അങ്ങനെ കടിച്ചാപ്പെട്ടാത്തതും പറഞ്ഞാലൊന്നും ആർക്കും അത് അത്ര ആ ഒരു ലെവലിൽ എത്തിയവർക്ക് അത് മനസ്സിലാവും. അല്ലെങ്കിലോ ഇത് പറയാൻ കാരണം എന്താ, ഇന്നലെ ആരോ അതിന് കമന്റ് ഇട്ടിരിക്കണോ, എന്താ പറഞ്ഞേ, വായു എന്ന് പറയണ ഇല്ല, പ്രാണൻ മാത്രമേ ഉള്ളൂ. ഈ പ്രാണൻ ശരീരത്തിൽ നിലനിൽക്കാൻ നിങ്ങൾ ശ്വാസം എടുക്കാതെ എങ്ങനെയാ സാധിക്കുക? ആദ്യ ശ്വാസം എടുക്കുന്നതും അവസാന ശ്വാസം വിടുന്നതും നിങ്ങളുടെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. അതില്ലാതെ ശരീരത്തെ ജീവൻ നിൽക്കില്ല. ശരീരത്തെ ജീവൻ ഉള്ളപ്പോഴല്ലേ നിങ്ങൾക്ക് ദൈവിക സമ്പത്തിനെ പോഷിപ്പിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇതൊന്നും ശരീരവും ആവശ്യമില്ല. ശരീരത്തിലുള്ള പ്രക്രിയയും മനസ്സും ഇന്ദ്രിയങ്ങളും ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈശ്വരനായിട്ട് ലയിച്ചു കഴിഞ്ഞു. പിന്നെയാണ് ആവശ്യമില്ലാത്തത്. ആ ഒരൊറ്റ പോയിന്റ് വരെ ഇതൊക്കെ ആവശ്യമാണ്. ആ അദ്വൈത ഭാവത്തിലേക്ക് നമ്മൾ എത്തണം. എല്ലാവരും എത്തണ്ടോ? എല്ലാവരും എത്തുവോ അങ്ങനെ? എനിക്ക് ഈ പറയുന്നതൊക്കെ മനസ്സിലാവും. ഇന്നലെ ഒരാൾ വന്നിട്ട് എന്നോട് കുറെ നേരം സംസാരിച്ചിരുന്നു. ആധ്യാത്മികമായിട്ട് വരുന്ന രമണ മഹർഷിയുടെ മൗനായിട്ട് ചിത്തവൃത്തി നിരോധത്തെ പറ്റിയൊക്കെ അദ്ദേഹം സംസാരിച്ചു. രമണ മഹർഷി തിരുവണ്ണാമലയിൽ അവിടെ ഒരു കുറെ സ്ഥലം എടുത്ത് ഒക്കെ കെട്ടിയിട്ടുണ്ട്. നിസ്സംഗനാണ്, ഒക്കെ ശരി. പക്ഷേ ഈ നിസ്സംഗാവസ്ഥയിൽ ഇരുന്നിട്ടും എന്തിന് പിന്നെ ആശ്രമമൊക്കെ ഉണ്ടാകാൻ പോയി? ചിത്തവൃത്തി നിരോധം സാധിച്ച് സന്യാസത്തിലേക്ക് എത്തിയ ആള് ഇതിന്റെയൊക്കെ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ട്രസ്റ്റി ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ പിന്നെ ആവശ്യകത എന്താ? പിന്നെ നമുക്ക് വിധിച്ചേക്കണ കർമ്മം ആര് പറഞ്ഞാലും ഇപ്പൊ അങ്ങ് ഇതെല്ലാം നിർത്തിയിട്ട് മിണ്ടാതിരിക്കൂ എന്നൊക്കെ പറയാം. എന്നോട് സംസാരിച്ചു, ഇതൊക്കെ നിർത്തിയിട്ട് മിണ്ടാതെ തിരുവണ്ണാമലയിലെ മൗനം ശീലിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് കർമ്മം സ്വഭാവ സുപ്രവർത്തനം ഭഗവാൻ പറഞ്ഞിട്ടില്ലേ? നമ്മൾ എത്ര കാലം ഏത് കർമ്മം ചെയ്യണമെന്ന് നമ്മുടെ ജാതകത്തിൽ എഴുതിയിട്ട് ഈശ്വരൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് നിമിത്തമായിട്ട് ഭഗവാൻ ചെയ്യിപ്പിക്കുന്ന കാര്യം, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല മിണ്ടാതിരിക്കാൻ പോവാന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല. നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യം, ഈ ശരീരം ഉള്ളപ്പോൾ ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. നമ്മൾ ചെയ്തേ പറ്റൂ. പിന്നെ അതിലൊന്നും അറ്റാച്ച്മെന്റ് മമതയൊന്നും വെക്കരുതെന്ന് മാത്രം. അത്രേ ഉള്ളൂ. നമ്മൾ നിസ്സംഗനായിട്ട് കേവലം നിമിത്തമായിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതെപ്പോ അവസാനിപ്പിക്കണം? ഭഗവാൻ നിശ്ചയിച്ചോട്ടെ. നമ്മളാരാ നിശ്ചയിക്കാൻ? ഞാനിപ്പോ ഇതൊക്കെ നിശ്ചയിച്ച് ഇതെല്ലാം മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാ. അപ്പൊ തിരിച്ച് അങ്ങോട്ട് ചോദിക്കണം, നിന്നോടാരാ മിണ്ടാതിരിക്കാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ മിണ്ടാതിരിക്കാൻ? എന്റെ ഭക്തർക്ക് മാർഗദർശനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടേക്കണം. അല്ലേ പഴയതൊക്കെ ഓർമ്മിപ്പിച്ച് തന്നേക്കണം. ഇത്രയൊക്കെ ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മൾ എന്തിനു സംശയിക്കണം? ഈ മോക്ഷവും ഞാൻ പറഞ്ഞില്ലേ, ഈ മോക്ഷവും ഇല്ലെങ്കിൽ നമുക്ക് ജീവൻ മുക്തി എന്നുള്ളതൊന്നും നമ്മുടെ ലക്ഷ്യത്തിലാകരുത്. അത് ഭഗവാൻ നിശ്ചയിക്കുമ്പോൾ ആയിക്കോട്ടെ. ഇനി ഭഗവാൻ നിശ്ചയിക്കുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജന്മം നൽകുന്നുണ്ടെങ്കിൽ നൽകിക്കോട്ടെ. അതൊക്കെ ഓപ്ഷൻ ഭഗവാൻ വിട്ടേക്കൂ. ഇതാണ് അസമ്മൂഢത്വം എന്ന് പറയുന്നത്. ഒരു കാര്യത്തിലും മോഹവലയത്തിൽ കുടുങ്ങരുത്. വ്യർത്ഥമായി നമ്മൾ മോഹിക്കുന്ന അതേപടി നടന്നുള്ള നിർബന്ധമില്ല. നമ്മളെ കൊണ്ട് അധികാര പരിധിയിലല്ലാത്ത കാര്യം മോഹിച്ചിരിക്കുന്നതാണ് വ്യർത്ഥമായ മോഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ മോഹിച്ചാൽ തന്നെ അത് നടക്കാറുണ്ടോ കൃത്യമായിട്ട്? എന്നാൽ ഏറ്റവും എളുപ്പമാണ് ഭഗവാൻ നിശ്ചയിച്ചുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അത് ചെയ്യാൻ തുടങ്ങിയാണ്ടല്ലോ, പിന്നെ യോഗക്ഷേമം. പിന്നെ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് യാതൊരു വിധ ദുഃഖത്തിലോ പ്രശ്നമോ ഉണ്ടാകാനോ നിങ്ങളെ ദുഃഖിപ്പിക്കാനോ ഭഗവാൻ അതിനുള്ള വഴിയൊന്നും ഒരിക്കലും. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ പരിഹരിച്ച് എങ്ങനെയാ പരിഹരിക്കണം? ഇതൊന്നും മുൻവിധിയല്ല. നമ്മൾ ഒരു കർമ്മത്തിന് മുൻവിധിയോടുകൂടി സംസാരിക്കണം, ഇടപെടരുത്. ദൈവാതീതത്തിന്റെ ആ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങളെ കൊണ്ടു നടക്കുന്ന ദൈവീയ സമ്പത്താണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവീയ സമ്പത്തിനെ പോഷിപ്പിച്ച് നിർത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ നിത്യജീവിതം ഓരോ നിമിഷവും കഴിയുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് അനായാസന ജീവിതം സാധ്യമാകും. അല്ല
നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ മുൻവിധിയോടുകൂടി ഇഷ്ടഭോഗങ്ങൾ, എനിക്കത് വേണം, ഇത് വേണം, അതനുഭവിക്കണം, ഇതനുഭവിക്കണം എന്നുള്ള അതിനു വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിച്ചാൽ അതൊക്കെ തൽക്കാലം ചിലപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ടൊക്കെ പ്രാർത്ഥിച്ചാൽ ചിലപ്പം ഭക്തിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഭഗവാൻ അതും ഗീതയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇഷ്ടഭോഗങ്ങളൊക്കെ കൊടുക്കും. എന്തിനാ? എന്നിലേക്കുള്ള ഭക്തി ദൃഢമാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വെറുതെ ഒന്നുമല്ല ഞാൻ തരണത്. എന്നോട് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നതൊക്കെ തരണം, അല്ലേ? അത് ശരിക്കും മനസ്സിലാക്കണം നമ്മള്. അപ്പൊ ദൈവീയ സമ്പത്തിനെ യഥാർത്ഥത്തിൽ നമ്മുടെ കഴിവിൽ, നമ്മുടെ കയ്യിൽ തന്നെ ഭഗവാൻ തന്നിട്ടുണ്ട്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ആദ്യം പഠിക്കൂ. ആദ്യം നമുക്ക് ഈ പ്രാരാബ്ധം, ഈ സുഖദുഃഖങ്ങളിൽ നിന്ന് ഈ ശരീരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതനുസരിച്ച് ധർമ്മത്തിന് ക്ഷതം വരാതെ ദുഃഖം ക്ഷയമുണ്ടാക്കണം. ദുഃഖം ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പഠിക്കണം. പ്രാരാബ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കണം. ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ വെറുതെ പോയിട്ട് ഇല്ലാതെയാക്കാനും പറ്റില്ല. അത് ചെയ്യാനുള്ള ചെയ്ത് തീർക്കുക തന്നെ വേണം. അപ്പോഴേ പ്രാരാബ്ധത്തിൽ ശുദ്ധി വരുള്ളൂ. അല്ലാതെ കുറെ തത്വങ്ങൾ പഠിച്ചിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് വിളിച്ചു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നമുക്ക് ആരെയും പഠിപ്പിച്ച് നേരെയാക്കാനൊന്നും പറ്റില്ല. അനുഭവത്തിലൂടെ പഠിക്കണം. ഞാനിപ്പോ എന്തൊക്കെ നിങ്ങളോട് പറയാൻ എൻ്റെ സാധാരണ താഴ്ന്ന നിലയിൽ, അതായത് സാധാരണയിൽ സാധാരണക്കാർക്ക്, ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ആ നാമം ജപിക്കാൻ മാത്രമേ അവർ തുടങ്ങിയിട്ടുള്ളൂ. അത് തന്നെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ശരിക്കറിയില്ല. അപ്പൊ നാമം ജപിച്ചാലുള്ള ഗുണം എന്താന്ന് മാത്രമേ അവർക്ക് പറഞ്ഞു കൊടുത്തുള്ളൂ. അത് തുടക്കക്കാർക്ക് ആവശ്യം. അത് അല്ലാതെ പരമമായ അങ്ങേറ്റത്തെ കടിച്ചപ്പെട്ടാത്ത തത്വമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവർക്കൊരു ചുക്കും മനസ്സിലാവില്ല. അവരെ കുറേശ്ശെ ഇങ്ങനെ അതിൽ ഇപ്പൊ നാമം ജപിക്കുന്നുണ്ടല്ലോ, അതിൽ ആകർഷണീയത്വം അത് വിടാതെ നിലനിർത്തുക, അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ. അങ്ങനെ കുറേശ്ശെ അവർ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അപ്ഗ്രേഡേഷൻ കിട്ടും. ഇതാണ് ദൈവീയ സമ്പത്തിനെ പോഷിപ്പിക്കുക. കലിയുഗത്തിൽ ഏറ്റവും എളുപ്പമാണ് ദൈവീയ സമ്പത്തിനെ പോഷിപ്പിക്കാൻ. നാമസങ്കീർത്തനം വെച്ച് സർവഭാവ പ്രടാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള മാർഗദർശനമൊക്കെ തന്നെ വരും. നിങ്ങളെ സഹായിക്കാനുള്ളവരൊക്കെ ഗുരുവായൂരപ്പൻ പിടിച്ചും പറഞ്ഞു വിട്ടോളൂ. നമ്മളൊന്നും മുൻവിധിയോടുകൂടി സമീപിക്കണ്ട. സമീപിച്ചാൽ നടക്കില്ല. അപ്പൊ നമ്മള് നമുക്കത് സാധിക്കും, ഇത് സാധിക്കും എന്ന് ഭക്തിയിലൂടെ അങ്ങനെ വെറുതെ വിചാരിച്ചിരിക്കുന്നതാണ് വ്യർത്ഥമായ മോഹങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. ഒന്നും കിട്ടാനില്ല. ആകെ കിട്ടേണ്ടത് ഭഗവാനെ കിട്ടണം. മനസ്സിലായില്ലേ? അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. ഇനി അഥവാ നിങ്ങളെ ഭൗതികമായിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് കിട്ടും. പക്ഷെ നഷ്ടപ്പെടുമ്പോൾ പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും വേണ്ട. നമ്മളിപ്പോ ഇത്രയൊക്കെ താത്വികമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ശരീരത്തിന് ഒരു അസുഖം വന്നാൽ ഈ ജ്ഞാനം കൊണ്ടൊന്നും വേദന മാറൂല. ബ്രഹ്മചാരിയാന്ന് വെച്ചോണ്ട് വിശപ്പ് കടക്കാൻ പറ്റുമോ? വിശന്ന ആഹാരം കഴിക്കുക തന്നെ വേണം. അപ്പൊ ബ്രഹ്മചാരിയാന്ന് പറഞ്ഞ് ഞാനിഞ്ചി ശ്വാസം എടുക്കില്ല എന്ന് പറഞ്ഞോണ്ടിരുന്ന, അപ്പം ഈ പഞ്ചഭൂത തത്വങ്ങളെല്ലാം ഡിപ്പെൻഡന്റ് ആണ്. ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന്റെ തന്മാത്രകൾ തന്നിട്ടത്. അപ്പൊ ആശ്രയിക്കേണ്ട വിധത്തിൽ അതിനെയൊക്കെ ആശ്രയിക്കണം. 50% നമ്മുടെ ശരീരത്തുണ്ട്. അതിനും ചെരുവെടുത്ത് വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് എടുക്കേണ്ടത് എടുക്കണം. ജലം കുടിക്കണം തോന്നിയാൽ പുറത്തുനിന്ന് കുടിക്കണം. ശ്വാസം എടുക്കണം തോന്നിയാൽ എടുക്കണം. അപ്പം അതാണ് ജീവനെ ശരീരത്തിൽ നിലനിർത്തുന്നത്. അപ്പൊ ശരീരമാധ്യം ഖലു ധർമ്മസോദനം, ഈശ്വരിലേക്ക് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് എത്തുന്ന ഘട്ടം വരെ ഇത് ആവശ്യകതയാണ്. വെറുതെ മലക്കൂമ്പാരാന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നച്ചിട്ട് ശരീരത്തെ ശ്രദ്ധിക്കാതെ വൃത്തിയില്ല വെടുപ്പുമില്ല തോന്നിയാസം ജീവിച്ചാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ അവധൂത ഘട്ടത്തിലേക്ക് എത്തണം. എന്നാ പിന്നെ ഇതൊന്നും പ്രശ്നമല്ല. ആര് കൊണ്ടൊന്ന് തുപ്പിയാലും വേണ്ടില്ല, മലം കൊണ്ടൊന്ന് ഇട്ടാലും വേണ്ടില്ല, വേസ്റ്റ് കൊണ്ടൊന്ന് തലയിൽ കൊണ്ടിട്ടാലും വേണ്ടില്ല, അതൊന്നും പ്രശ്നമില്ലാത്ത. അപ്പോഴും നിങ്ങൾ ആനന്ദമയനായിട്ടിരിക്കുന്നതിനെ അവധൂതാവസ്ഥയിലേക്ക് എത്തണം. ഇത് സാധാരണക്കാർ ആ ലെവലിലൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് അവരോട് വർത്താനം പറയുമ്പോൾ അതനുസരിച്ച് പറയാവുള്ളൂ എന്നാണ് എൻ്റെ നിഗമനം. നിങ്ങൾ ഓരോ ശ്വാസം എടുക്കുമ്പോൾ അത് വിഷ്ണുവായിട്ട് കണ്ടോളൂ. അന്നം കഴിക്കുമ്പം അത് അന്നമായിട്ട് കണ്ടോളൂ, ഭഗവാനായിട്ട് കണ്ടോളൂ.
ഇങ്ങനെ എന്തൊക്കെ പഞ്ചഭൂത തത്വങ്ങൾ ശരീരത്തെ, അന്നമയമായ കോശത്തെ നിലനിർത്തുന്നു. അതിലാണ് ഈ ബ്രഹ്മമാകുന്ന, ഇല്ലേ പരമാത്മാവെന്ന് പറയുന്ന, ഈശ്വരൻ എന്ന് പറയുന്ന ഈ ശക്തി നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നത്. അതുകൊണ്ട് അതിനെ യഥാവിധി സംരക്ഷിക്കുക എന്നുള്ളതാണ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഏറ്റവും വലിയ പോഷിപ്പ്. ആ ശക്തി ഉണർന്ന് നിങ്ങളെ പ്രവർത്തിച്ച ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പ്രവർത്തിക്കാൻ 50% നമുക്ക് ഈശ്വരൻ കനിഞ്ഞ് നൽകിയിട്ടുണ്ട്. അതിനെ പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്ദ്രിയ ശക്തികളിലും മനസ്സിലും വായുവിലും എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ട് അത് ആ ഈശ്വരന്റെ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് സ്വഭാവം. അന്ധകരണ ശുദ്ധി വന്നവർക്ക് ഇത് പൂർണ്ണമായിട്ട് പോഷിപ്പിച്ച് പ്രകടമാകാൻ തുടങ്ങും. അപ്പൊ ആ ദൈവിക സമ്പത്താണ് 3 ശ്ലോകത്തിലൂടെ പറയുന്നത്. ഇതാണ് ഭക്തിയോഗ സിദ്ധി എന്ന് പറയുന്നത്. ഗീതാശാസ്ത്രം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ നിത്യദൈമിക കർമ്മങ്ങൾ ഈശ്വര ഉപാസനയിലൂടെ കൃതകൃത്യമായിട്ട് ചെയ്യുന്ന ആളാണോ? എന്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ പരിവർത്തനം വന്നാൽ നിങ്ങളുടെ ഭക്തിയോഗ സിദ്ധി എന്ന് പറയുന്നത് സ്വഭാവത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടാൽ, ഈ അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടായാൽ ഈ ദൈവിക സമ്പത്ത് നിങ്ങളിൽ പൂർണ്ണമായിട്ട് അപ്ഗ്രേഡേഷനിൽ, അതായത് 50% എന്നുള്ളത് 0.001 പ്ലസ് ആകാൻ തുടങ്ങിയാൽ അങ്ങനെയുള്ള വ്യക്തിയുടെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും ആ ഈശ്വരന്റെ തേജസ്സും പ്രസന്നതയും. അപ്പൊ 60%, 70% ഒക്കെ എത്തിയവരുടെ കാര്യം അവര് ഈശ്വരനായിട്ട് മാറും. പൂർണ്ണനാകില്ല, 100% എന്തായാലും കിട്ടില്ല, ഉറപ്പിച്ചോളൂ. 64 കലകളാണ് ശ്രീകൃഷ്ണനിലുള്ളത്. ഈ 64 കലയൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വ്യാമോഹിച്ചിട്ട് ഇതിനൊന്നും പുറപ്പെടില്ല. ആർക്കെങ്കിലും ഒരു കഴിവായിരിക്കും, ഒരു കലയായിരിക്കും കൊടുക്കാം, അല്ലേ? അപ്പം ഞാനിപ്പോൾ സംസാരിക്കാൻ, പ്രഭാഷണം ഭംഗിയായിട്ട് നടത്താനുള്ള ഒരു കഴിവ് ഗുരുവായൂരപ്പൻ എനിക്ക് തന്നിട്ടുണ്ട്. അതേപോലെ എനിക്കതേപോലെ എഴുതാൻ പറ്റുമോ? എനിക്ക് എഴുതാൻ പറ്റില്ല. എഴുതിയാൽ എന്തെങ്കിലുമൊക്കെ എഴുതും എന്ന് വെച്ചാൽ അതിലല്ല ശ്രദ്ധ. എനിക്ക് പൂർണ്ണമായിട്ടുള്ള കഴിവ് പ്രകടമാകുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ഇഷ്ടം. എന്നാൽ ചിലർക്ക് ഇതൊന്നുമല്ല, പറയാനല്ല ഇഷ്ടം, എഴുതാനാണ് ഇഷ്ടം. ഇങ്ങനെ ഓരോന്നിനും, ചിലർക്ക് പാടാനാ കഴിവെങ്കിൽ മറ്റയാൾക്ക് കൊട്ടാനാവും. ഇവരെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ഭഗവാന്റെ ശക്തി പൂർണ്ണമായിട്ട്. അപ്പോൾ സ്വയം ചെയ്യേണ്ടത് സ്വയം ചെയ്യാം, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് നമുക്ക് ദൈവാധീനം കൂട്ടാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഈ പറയുന്ന ആവശ്യമുള്ളതൊക്കെ പ്രകൃതി നമുക്ക് അടുപ്പിച്ചു തരും, സംഭാരമൊക്കെ. ഇതാണ് യോഗക്ഷേമം എന്ന് പറയുന്നത്. അല്ലാതെ കുറേ സമ്പത്ത് കിട്ടുന്നോ ഇല്ലെങ്കിൽ സുഖസമൃദ്ധി കഴിവ്, എല്ലാവിധ ഐശ്വര്യവും ഭൗതികമായ ആണെന്ന് ധരിക്കേണ്ട യോഗം. അപ്രാപ്യസ്യ പ്രാപ്യ, ഒരിക്കലും ആർക്കും സാധിക്കാത്ത കാര്യങ്ങൾ സാധിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരനെ അറിയില്ല എന്നേ ആർക്കും എളുപ്പമൊന്നും അറിയാൻ പറ്റില്ല. അതറിഞ്ഞാൽ തന്നെ യോഗ. അത് നശിക്കാത്തതായിരിക്കുന്ന ഈശ്വര ശക്തിയെ പറ്റി അറിവ് കിട്ടിയാൽ അത് ഒരിക്കലും നശിക്കാതെ നിൽക്കുന്നതാണ് ക്ഷേമം എന്ന് പറയുന്നത്. അല്ലാതെ ഭൗതികമായിട്ട് കുറെ സമ്പത്തോ ഇല്ലെങ്കിൽ ഇതൊന്നും അല്ല യോഗക്ഷേമം എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും നശിക്കാത്ത ശക്തിക്ക് ഉടമയായി നമ്മളിലുള്ള ശക്തിയെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ യോഗം. അത് നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാനൊന്നും അവശേഷിക്കുന്നില്ലയോ, അത് അറിഞ്ഞാൽ ശാശ്വതമായ സുഖം ലഭിക്കുന്നോ, അതാണ് ക്ഷേമം. അപ്പൊ അത് പോഷിപ്പിക്കുക എന്നുണ്ടെങ്കിൽ നമ്മളിൽ തന്നെ ഇല്ലാത്ത ഗുണങ്ങളല്ല ഈ പറയുന്ന 3 ശ്ലോകത്തിൽ പറയുമ്പോൾ ഓരോന്നും പറയുമ്പോഴും ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. എത്ര ആവർത്തി കേട്ടാലും നമ്മൾ ഇതിനെ പോഷിപ്പിക്കാറുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇതെന്തൊക്കെയാണെന്നൊന്ന് ശ്രദ്ധിക്കുക. 3 ശ്ലോകങ്ങളെ എന്നെടുക്കുള്ളൂ. കാരണം കുറെ ദിവസത്തേക്ക് ഈ ദൈവീയ സമ്പത്തിനെ പോഷിപ്പിക്കാം നമുക്ക്. ഇതിനിടയ്ക്ക് ആസുരി സമ്പത്ത് കയറി വരും. അത് കയറി വന്നാലും ഇഗ്നോർ ചെയ്തോളണം. ശരീരം തന്നെ ആസുരി സമ്പത്താ. അപ്പൊ അതുകൊണ്ട് 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം. എന്തിനാ ആസുരി സമ്പത്തിനെ പറ്റി പറയുന്നത് എന്നുകൂടി ഭഗവാൻ പറയുന്നുണ്ട് ഇതില്. ഈ നമുക്ക് എന്താണ് നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ടത്, എന്താണ് അവഗണിക്കേണ്ടത്, എന്താണ് ഒരിക്കലും പോഷിപ്പിക്കരുതാത്തത് എന്താണോ അതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അല്ലാതെ ആസുരി സമ്പത്തിനെ ആർജിക്കാൻ വേണ്ടിയിട്ടല്ല ആസുരി സമ്പത്തിനെ പറ്റിയുള്ള അറിവ് നമുക്ക് നൽകുന്നത് മനസ്സിലാക്കണം. ഈ ആസുരി സമ്പത്താണ്
നമ്മുടെ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും ഒരു ക്ഷേത്രമായാലും ഒരു രാഷ്ട്രമായാലും ഒരു പ്രദേശമായാലും ഏതെങ്കിലും തരത്തിൽ ക്ഷതമോ ദുഃഖമോ അതിൽ നിന്ന് പ്രശ്നങ്ങളോ ക്രിയേറ്റ് ആകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആസുരി സമ്പത്തിന്റെ പോഷണമാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ഒരു കുടുംബമായിക്കോട്ടെ, കുടുംബത്തിലുള്ളവരായിക്കോട്ടെ, ഒരു മറ്റ് ജീവജാലങ്ങളായിക്കോട്ടെ, ഒരു ക്ഷേത്രമായിക്കോട്ടെ, എവിടെയെങ്കിലും തർക്കമോ വിതർക്കങ്ങളോ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അത് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം ആസുരി സമ്പത്തിന്റെ പോഷണമാണ്. അതാണ് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസത്തെ വർത്തമാനപത്രം എടുത്തു നോക്കിയാൽ പോലും പ്രശ്നങ്ങളുടെ നെഗറ്റീവ് ഇൻഫർമേഷൻസിന്റെ ഒരു കൂമ്പാരമായിരിക്കും. അതിനൊക്കെ കാരണം എന്താ? ഈ ആസുരി സമ്പത്തിന്റെ പോഷണമാണ്. ഇനി ആരെങ്കിലും ഭക്തിയുടെ ഭാവത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഈ ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നത് വരെ. 99% മനുഷ്യാണാം സഹസ്രേഷു കശ്ചിൽ യതതി സിദ്ധയെ തഥാമി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വത. യഥാർത്ഥത്തിൽ 100-ലോ 1000-കണക്കിന് പേരിൽ എന്നെ ആശ്രയിക്കുന്നവരെ, യഥാർത്ഥത്തിൽ എന്നെ അറിഞ്ഞുകൊണ്ട് ഭജിക്കുന്നവർ വിരലിൽ എണ്ണാവുന്നവർ എന്നാ ഭഗവാൻ പറഞ്ഞേക്കുന്നത്. കാരണം എന്താ? എല്ലാവരും ആസുരി സമ്പത്തിന്റെ പോഷണത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. വലിയ വീടുണ്ടാക്കിയിട്ട് 2500, 3000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കിയിട്ടിരിക്കുന്ന ആ വീട്ടിൽ ചെന്നാൽ അറിയാം ദൈവിക സമ്പത്ത് എന്താണ്, അല്ലേ? ഭഗവാൻ ഇരിക്കാൻ ഇത്രയും വലിയ വീട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും മൂലയ്ക്ക് കൊണ്ടിരുത്തിയിട്ടുണ്ടായിരിക്കും. എന്നാ ഭഗവാൻ ഒരു നല്ല മുറി ഉണ്ടാക്കി കൊടുക്കാം, വിസ്തരിച്ച് വിസ്താരമായിട്ട് ഇരുന്നോട്ടെ, വിശ്വരൂപം കാണിക്കാൻ പാകത്തിന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ? നാം വേണ്ട സ്ഥലമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കും, അല്ലേ? എന്നിട്ട് നമുക്ക് വേണ്ടാത്ത വലിയ പ്രയോജനം ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തിയാലായി ചിലയിടത്ത് അതും ഇല്ല, പൂജാമുറി തന്നെ ഇല്ലാതെ ഉണ്ടാക്കുന്നവരും ഉണ്ട്. അപ്പം നമ്മുടെ ഇത്ര വിശാലമായ മനസ്സിൽ ഭഗവാൻ ഇരിക്കാൻ ഒരു അംശം, ഒരു സ്ഥലമെങ്കിലും കൊടുക്കൂ. അതിന് മാത്രം നമുക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ, സമയമില്ല എന്ന് പറഞ്ഞാൽ, മനസ്സിൽ ഇടമില്ല എന്ന് പറഞ്ഞാൽ, പരിഗണിക്കുന്നവരെ അവഗണിക്കില്ല, അവഗണിക്കുന്നവരെ പരിഗണിക്കില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നെ വെറുതെ നിങ്ങളെപ്പോലെ ശരീരം എടുത്ത് വന്നവനായിട്ട് കരുതിയാൽ എന്നിട്ട് നിന്ദിക്കുകയും കൂടെ ചെയ്താലോ? ശിശുപാലനെ കൂട്ട് നിന്ദിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അത് പക്വത വന്നയാളാ, ഭഗവാന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നയാളാ പൊരുത്തക്കേട് ചെയ്തിട്ടേ. അതുകൊണ്ട് അത്രയും യോഗ്യത ഉണ്ടായിരുന്നുകൊണ്ട് ഭഗവാനെ നിന്ദിച്ചു, പലരുടെ മുമ്പിൽ വെച്ച് നിന്ദിച്ചു. എന്നിട്ട് അവസാനം ഭഗവാൻ അവന്റെ കഴുത്തറുത്തെങ്കിലും ജീവൻ അങ്ങോട്ടാ പോയി ചേർന്ന, ഭഗവാന്റെ അടുത്തേക്ക് പോയി. അതാണ് അച്ചീവ്മെന്റ്. ഭഗവാൻ ഈ ശത്രുമിത്രമൊന്നുമില്ല. അപ്പൊ പൂർവ്വജന്മത്തിലെ ആ ക്രെഡിറ്റും കൂടെ എടുത്തിട്ടാണ് ഭഗവാൻ ഇവൻ 100 പ്രാവശ്യം പറഞ്ഞോട്ടെ, അവന്റെ ദോഷം ഇല്ലാതായിക്കൊള്ളേ, എന്നെ കുറ്റം പറഞ്ഞ അവന്റെ പാപം ഇല്ലാതാട്ടെ. ചിലർക്ക് അങ്ങനെയാ, മനസ്സിലായി? ഭഗവാൻ അനുഗ്രഹിക്കണ അങ്ങനെ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ദൈവിക സമ്പത്ത് എന്താന്ന് മനസ്സിലാക്കുക, ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളിൽ എന്തൊക്കെയാ ഉള്ളതെന്നൊന്ന് നോക്കുക. ഉള്ളത് നിലനിർത്തുക, അതിനെ പോഷിപ്പിക്കുക, ഇല്ലാത്തത് ഉണ്ടാക്കാനും കൂടെ ശ്രമിക്കുക. ആസുരി സമ്പത്തിനെ പറ്റി പറയുന്നതിനെ ഒരിക്കലും അതിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കരുത്. വൃത്തിയുള്ളിടത്തോളം അതിനൊക്കെ
അതിനെയാണ് അഭ്യാസം കൊണ്ട് വിരക്തി ഉണ്ടാക്കേണ്ടത് ആസുരി സമ്പത്തിന്. അതാണ് നിരന്തര അഭ്യാസം ഇതുകൊണ്ട് അതിലാണ് വിരക്തി ഉണ്ടാക്കേണ്ടത്. നമുക്കതിലാണ് കൂടുതൽ അഭ്യാസം നടക്കുന്നത്. മുഴുവൻ എന്തിനാ? ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസം മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ട് അത് വ്യർത്ഥമായ കാര്യ എന്ന് പറഞ്ഞാൽ അതൊക്കെ പോഷിപ്പിച്ചാലും പിന്നെ ദുഃഖത്തിന് കാരണമായി ഭവിക്കും. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് അധ ഷോഡശോധ്യായിക ദൈവാസുര സമ്പദ് വിഭാഗയോഗ ശ്രീ ഭഗവാന് വാച അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതിയും ദാനം തമശ്ചയജ്ഞസ്യ സാധ്യായ സമമാധ്യവം അഹിംസ സത്യമക്രോധ ത്യാഗശാന്തരപൈശ്വനം ദയാഭൂതേഷു ലോലുപ്തം മാർദ്ദവം ഹീരചാവലം തേജക്ഷമാ ധൃതിശൗചം മദ്രോഹോ നാദിമാന്യത ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത. എന്തൊക്കെയാണ് ഈ 3 ശ്ലോകത്തിലൂടെ 26 ഗുണങ്ങൾ പറഞ്ഞു. എൻ്റെ പൂർണ്ണ രൂപം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഈ പറയുന്ന ഗുണങ്ങളുടെ ഒരു ഭണ്ഡാരമാണ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഭാരത, അല്ലയോ അർജുന, അഭയം സപ്തസംശുദ്ധി, ഭയമില്ലായ്മ അന്ധകരണ ശുദ്ധി. ഈ ഭയമില്ലായ്മ വരണമെങ്കിൽ അന്ധകരണ ശുദ്ധി ഉണ്ടാവും. ഇല്ലെങ്കിൽ ഭയം അവനെ വേട്ടയാടും. ജ്ഞാനയോഗ വ്യവസ്ഥിതി, ജ്ഞാനയോഗത്തിലുള്ള നിഷ്ഠ. ജ്ഞാനയോഗത്തിലുള്ള നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഈ ഭഗവാൻ പറഞ്ഞ ശാസ്ത്രത്തിലുള്ള നിഷ്ഠ, അതാണ് ജ്ഞാനം. ജ്ഞാനയോഗ സാധനയെപ്പറ്റി, ശരീരത്തെ പറ്റി പറഞ്ഞു അല്ലേ? 5 ശ്ലോകത്തിലൂടെ പറഞ്ഞ അതാണ് ജ്ഞാനം. ശരീരത്തെയും ജീവനെയും പറ്റിയുള്ള അവബോധമാണ് യഥാർത്ഥ ജ്ഞാനം. അത് ആർജിച്ച് അതിൽ നിഷ്ഠയുണ്ടാകുന്ന പറഞ്ഞാൽ നിത്യനൈമിത്യ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ആ ജ്ഞാനയോഗത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അതിനാണ് ജ്ഞാനയോഗ നിഷ്ഠ എന്ന് പറയുന്നത്. ആ ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് 13-ാം അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം തൊട്ട് 11-ാമത്തെ ശ്ലോകം വരെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ജ്ഞാനം എന്ന് പറഞ്ഞു. അതിന് വിരുദ്ധമായിട്ടുള്ളത് മുഴുവൻ അജ്ഞാനമാണെന്നും പറഞ്ഞു. ആ ജ്ഞാനയോഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിത്യനൈമിത്യ കർമ്മത്തിലൂടെ അതിൽ നിഷ്ഠ വയ്ക്കണം. അതിനെയാണ് ഇവിടെ ജ്ഞാനയോഗ നിഷ്ഠ. ഇത് ശരീരം കൊണ്ട് വേണേ ചെയ്യാൻ, ശരീരം ഉള്ളപ്പോഴേ ചെയ്യാൻ പറ്റൂ. ദാനം തമസ യജ്ഞസ്യ, ദാഹം ഇന്ദ്രിയ സംയമവും യമവും യജ്ഞവും. അതായത് ദാനം ദമം യജ്ഞം ച, ദാനവും ഇന്ദ്രിയ സംയമവും യജ്ഞവും സ്വാധ്യായ, അധ്യയനം ചെയ്യൽ എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവശുദ്ധി, അന്ധകരണശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ദാനം ചെയ്യാൻ ത്യാഗമനസ്സ് വേണം. ദമം ആത്മനിയന്ത്രണം, ആത്മനിയന്ത്രണം ഒരിക്കലും ഉണ്ടാകില്ല, ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. യജ്ഞം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഫലേച്ഛയില്ലാതെ, കർത്തൃത്വ അഭിമാനമില്ലാതെ പരോപകാരാർത്ഥമായിട്ടുണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെയൊക്കെ യജ്ഞം എന്ന വകുപ്പിൽപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ചിന്തിക്കുന്നതോ പറയുന്നതോ പ്രവർത്തിക്കുന്നതോ ഒക്കെ യജ്ഞസ്വരൂപേണ ആയിരിക്കണം. അതിൽ കർത്തൃത്വ അഭിമാനം, ഞാനെന്ന ഭാവം വരാൻ പാടില്ല. നമ്മൾ കേവലം നിമിത്തമാണെന്നുള്ള ഭാവം ഉണ്ടായിരിക്കണം. പിന്നെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എനിക്ക് ഇന്ന സിദ്ധി കിട്ടണമെന്നോ ഇന്ന ഫലം വേണമെന്നോ മുൻവിധിയോടുകൂടി ആയിരിക്കരുത് ചെയ്യുന്നതൊക്കെ. എന്നാൽ എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതൊക്കെ പരോപകാരാർത്ഥമായിരിക്കണം. അത് അതിനെയാണ് ഈ 3 നിയമങ്ങൾ പാലിക്കുന്ന കർമ്മത്തെയാണ് യജ്ഞകർമ്മം എന്ന് പറയാം. ഭഗവാൻ ഈ വ്യവസ്ഥിതിയിലാണ് നമ്മളെ പരിപാലിക്കുന്നത്, ഈ സഹയജ്ഞ ഭാവനകൾ. അതുകൊണ്ട് അതേ ഭാവത്തിലേക്ക് എത്താനാണ് നമ്മളോടും വിവക്ഷിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് തന്നെ. അതിനു വേണ്ടിയിട്ട് അധ്യയനം ചെയ്യണം, ശാസ്ത്രം പഠിക്കണം. അത് തന്നെ ഒരു തപസ്സായിരിക്കണം. ആ തപസ് അനുഷ്ഠിക്കണമെങ്കിൽ അതിനൊരു ആർജവം വേണം. ആർജവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡെഡിക്കേഷൻ, താല്പര്യത്തോടു കൂടി ചെയ്യണം, എന്നാലേ ആർജവം ഉണ്ടാവും. ഇതൊക്കെ ഞാൻ ചെയ്യണമല്ലോ, എന്തിനപ്പം ചെയ്യണം, ഇങ്ങനെയുള്ള ഭാവത്തിലൊക്കെ ചെയ്താൽ ഈ ആർജവമൊന്നുമില്ല. പിന്നെ എന്താ? അഹിംസ, ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക എന്ന് പറയുന്നത് ചിന്ത കൊണ്ട് പോലും, വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും, ഒരു ജീവജാലങ്ങളെയും വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ അത് ഹിംസയാണ്. അല്ലാതെ കൊല്ലല് മാത്രമല്ല ഹിംസ.
കൊല്ലാതെ കൊല്ലുന്നതും ഹിംസയാണ്. ചില വാക്കുകളെ ജീവിതകാലം മുഴുവൻ മറക്കില്ല ചിലർ പറയുന്ന വാക്കുകൾ. അത് തറച്ചു കീറും ആണിക്കല്ല് പോലെ അല്ലേ. അപ്പം അതുകൊണ്ട് അഹിംസ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഒരു തരത്തിലും വേദനിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക. സത്യം അക്രോധം, അതായത് ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കണം. സത്യം അക്രോധം എന്ന് പറഞ്ഞാൽ സത്യദീക്ഷ ഉണ്ടായിരിക്കണം. ക്രോധമില്ലായ്മയാണ് അക്രോധക എന്ന് പറഞ്ഞത്. ഒരിക്കലും ദേഷ്യപ്പെടാതിരിക്കാൻ നോക്കുക. ദേഷ്യപ്പെടാതെ ഇരിക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ അത് തന്നെ ദേഷ്യമായിട്ട് മാറിയാൽ തൊട്ടേനും പിടിച്ചൊക്കെ ശുണ്ഠി വരല് ഇല്ലാതെ ആക്കണം. അതിനെന്താ ദേഷ്യം വരണ്ടെന്ന് മനസ്സിലാക്കിയാൽ കൗണ്ടിങ് ഡൗൺ തുടങ്ങിക്കോളാം. അപ്പോൾ മിണ്ടാതിരിക്കുക, എന്നിട്ട് കൗണ്ടിങ് ഡൗൺ തുടങ്ങാം. നമുക്ക് എപ്പോഴൊക്കെ ദേഷ്യം വരെയെന്ന് കണ്ടെത്തുക, എന്നിട്ട് ആ ദേഷ്യം വരാനുള്ള ഇട വരുത്താതിരിക്കുക. അഥവാ വന്നാൽ മിണ്ടാതിരുന്നിട്ട് കൗണ്ടിങ് വൺ, ഇല്ലെങ്കിൽ അപകടം ഉണ്ടാകും. അതുകൊണ്ട് ക്രോധത്തെ നിയന്ത്രിക്കുക. ത്യാഗ ശാന്തി, ത്യാഗ മനോഭാവം, അക്ഷോഭ്യത, അപയുഷ്വനം, പരദൂഷണം ചെയ്യാതിരിക്കുക. അത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പരദൂഷണം ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടം. ഈശ്വരന്റെ വരെ ദൂഷണം പറയും അല്ലേ. ഈശ്വരനെ പറ്റി വരെ പരദൂഷണം പറയും. അപ്പൊ അതില്ലാതിരിക്കണം. ആരെയാണെങ്കിലും എല്ലാം മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിനാണ്, അത് പറഞ്ഞ് പരത്തുന്നതിനെയാണ് പരദൂഷണം എന്ന് പറയാം. നിങ്ങൾക്ക് പറ്റാത്ത സ്വഭാവമുള്ളവരെ കണ്ടാൽ അത് ശരി, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അത് പിന്നെ അത് പറഞ്ഞ് നിങ്ങൾക്കത് വായി തോന്നി ഇതൊക്കെ പറഞ്ഞ് മസാല ചേർത്ത് പറഞ്ഞ് ഇത് അവരുടെ പാപത്തെ കുറയ്ക്കുകയും കൂടെ ചെയ്യും. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു പരത്തിയാൽ ആ പറയുന്ന ആള് അതിൻ്റെ 50% പാപം ഏറ്റെടുക്കുക ചെയ്യാം. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടെങ്കിൽ ആരുടെയും കുറ്റം പറയാതിരിക്കാം. ഭൂതയേഷു ദയ, പ്രാണികളിൽ കാരുണ്യം കാണിക്കുക, അതും ദൈവിക സമ്പത്താണ്. അലോലുപ്തം, അലോലുപ്തം എന്ന് പറഞ്ഞാൽ ആസക്തി ഇല്ലാതിരിക്കുക. ആസക്തി എന്ന് പറഞ്ഞാൽ എന്താ, എത്ര കിട്ടിയാലും മതി വരാത്ത, കിട്ടിയത് പിന്നെയും പിന്നെയും വേണം തോന്നുക, അതാണ് ആസക്തി എന്ന് പറഞ്ഞാൽ. അത്യാഗ്രഹം എന്നൊക്കെ പറയാം, അതില്ലാതിരിക്കണം. മാർദ്ദവം ഹി, മൃദു സ്വഭാവം കാണിക്കുക. ലജ്ജ, ഇതൊക്കെ ദൈവിക സമ്പത്താണ്. ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താ, അധർമ്മ പ്രവർത്തികളിൽ ലജ്ജിക്കണം എന്നർത്ഥം. എല്ലാ കാര്യത്തിലും നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അതിനും വേണം ലജ്ജ. ഒരാളെ കളിയാക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ലജ്ജ ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് മാർദ്ദവും വേണം. മൃദുമായ സ്വഭാവം, മറ്റുള്ളവരോട് മൃദുവായിട്ട് വാക്കുകളും പ്രവൃത്തിയൊക്കെ വളരെ സൗമ്യഭാവത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അജാചലം, അജാപലം, തേജക്ഷമ, ചാപല്യമില്ലായ്മ, തേജസ്, ക്ഷമ. ചാപല്യം എന്ന് പറഞ്ഞാൽ എന്താ, ചഞ്ചലാവസ്ഥ. അതായത് മനസ്സിന് സ്റ്റെബിലിറ്റി ഇല്ലാതെ വരുമ്പം ഇരുന്നാൽ ഇരിക്കാൻ പറ്റില്ല, നടന്നാൽ നടക്കാൻ പറ്റില്ല, കിടന്നാൽ കിടക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ചാൽ അതിന് എന്താ ഇത്, ടെൻഷൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ. എനിക്കിപ്പോൾ ഒരു ടെൻഷനും ഇല്ല എന്ന് വിചാരിച്ച് അത് ടെൻഷനായ ചിലർക്ക് അങ്ങനെയാ. ഒരു പ്രശ്നവും ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം. ധൃതി ശൗചം, ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം. ബാഹ്യ അഭ്യന്തര ശുദ്ധിക്കാണ് ശൗചം എന്ന് പറയുന്നത്. ശുദ്ധി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് സന്ധ്യാവന്തനമൊക്കെ ചെയ്യുമ്പോൾ ശൗചം പാലിക്കണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ അകത്തും പുറത്തും ഒക്കെ ശുദ്ധമായിരിക്കണം എന്നർത്ഥം. അതാണ് ബാഹ്യ അഭ്യന്തര ശുദ്ധി. അദ്രോഹം, ദ്രോഹബുദ്ധി ഇല്ലാതിരിക്കുക. നാദിമാന്യത, അമിത അഭിമാനമില്ലാതിരിക്കുന്നതാണ് നാദിമാന്യത എന്ന് പറയുന്നത്. ഏതാനി ദൈവീ സമ്പദം, ഇവയെല്ലാം ദൈവീക സമ്പത്തോടെ അഭിജാതസ്യ ഭവന്തി, ജനിച്ചവനുണ്ടാകുന്നു. ഇനി ഒന്നോടെ പറയാം, നിർഭയത്വം,
ഭയമില്ലാതിരിക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ അനന്യമായിട്ട് ഈശ്വര ശക്തി പൂർണ്ണമായിട്ട് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ഗുണം തന്നെ പ്രകടമാകും. ഒന്നിനെയും ആരോടും ഒരു സമയത്തും ഒന്നിനെയും ഭയമില്ലാത്തൊരവസ്ഥ. ഇത് അനന്യഭക്തി കൊണ്ടേ ലഭിക്കൂ. അതെപ്പോഴാ ലഭിക്കുക? അടുത്ത ഗുണം കൂടെ ഉണ്ടായിരിക്കണം, അന്ധകരണ ശുദ്ധി. അന്ധകരണ ശുദ്ധി വന്നയാൾക്ക് ഉള്ളിലെ ഭഗവാൻ ശരിക്കും ആക്ടിവേറ്റ് ചെയ്യും. ഭഗവാൻ ആക്ടിവേറ്റ് ചെയ്താലേ നിങ്ങൾ ഭഗവാനെ ആശ്രയിക്കൂ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭഗവാനെ ആശ്രയിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഭഗവാനെ അല്ലാതെ ആശ്രയിച്ച് ചെയ്യുന്ന ഒരു കാര്യം സക്സസ് ആകില്ലെന്ന് ഉറപ്പായാൽ പിന്നെ നിങ്ങൾ ഭഗവാനെ വിട്ടിട്ട് ഒന്നിനും അറ്റാച്ച് ആവില്ല. അങ്ങനെ വരുമ്പോഴാണ് നിർഭയത്വം കൈവരിക. ഒന്നിനും ആരോടും ഒന്നിനെയും പേടിയില്ലാത്തൊരവസ്ഥ അല്ലേ? അപ്പം ഞാനിപ്പോൾ ഒരു എന്താ പറഞ്ഞേ 95% വരെ നിർഭയത്വത്തിലാണ്. ഈ 5% പൂർണ്ണത വരില്ലല്ലോ എന്തായാലും. 100% ഒന്നും ഒരിക്കലും പറയാൻ അവകാശം ഇല്ല നമുക്ക്. എന്തായാലും നിർഭയത്വത്തിൻ്റെ അവസ്ഥ കടന്നു പോകുന്നുണ്ട്. ഒരു ഭൂതപ്രേതാതി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പാമ്പ് വന്നാലും ഒന്നിനും ഭയമില്ല. അങ്ങനെ ഒരവസ്ഥ നമുക്ക് ക്രിയേറ്റ് ആക്കണം. അതാണ് നിർഭയത്വം. അതിന് അന്ധകരണ ശുദ്ധമായാൽ ഈശ്വരനെ ശരിക്കും ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്ക് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. അതാണ് അന്ധകരണ ശുദ്ധി വന്നാലേ ഈ ഒരു അവസ്ഥ ക്രിയേറ്റ് ആകും. പിന്നെ ഇതൊക്കെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ജ്ഞാനയോഗത്തിൽ നിഷ്ഠയുണ്ടായിരിക്കണം. നിങ്ങളിപ്പം ഞാനിപ്പോൾ 1 വർഷം കൊണ്ട് ഈ ജ്ഞാനയോഗത്തിൻ്റെ ഒരു നിഷ്ഠയാണ് ഇത്. നിങ്ങളെത്ര പേര് കേട്ടായിട്ട് നിങ്ങൾ ഏത് തലത്തിലേക്ക് എത്തുന്നൊന്നും എൻ്റെ ചിന്താഗതിയിലേ ഇല്ല. മനസ്സിലായില്ലേ? നിങ്ങളെത്ര പേര് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ, എത്രമാത്രം നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതിലൊന്നും ഞാൻ ഇൻ്റർഫെയർ ചെയ്യില്ല. യഥാ ഇച്ഛ തഥാ ഗുരു എന്നുള്ള ഭഗവാൻ പറഞ്ഞ പോളിസിയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ? ഞാനിതുവരെ 22 വർഷമായിട്ട് ഒരു ജ്ഞാനനിഷ്ഠയിലാണ്, ഗീതാജ്ഞാനനിഷ്ഠയിലാണ് ജീവിച്ചിരുന്നത്. അതൊന്നോടെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് 1 വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ജ്ഞാന യോഗത്തിലുള്ള നിഷ്ഠ എന്ന് പറയുന്നത്. ഇത് അല്പമാത്രം ആയാലും ദിവസം ഗീതയിൽ ഒരു അധ്യായം ദിവസം പാരായണം ചെയ്താൽ ജ്ഞാനയോഗത്തിലുള്ള നിഷ്ഠയായി. അതിൻ്റെ അർത്ഥവിചാരവും കൂടെ ചെയ്താലേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ പാരായണം മാത്രമായാലും നമുക്ക് അതിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലും. അപ്പോഴാണ് ഒരിക്കലും നിങ്ങൾ ഈ ഗീതാപാരായണത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കുന്നത്. നിങ്ങൾ പഠിക്കണമെന്ന് നിശ്ചയിച്ചാൽ നിങ്ങൾ വിചാരിച്ചാൽ പഠിക്കാൻ സാധിക്കും. അത് ഒരു നിഷ്ഠയായിട്ട് എടുക്കണം. അപ്പോൾ യാതൊരു സംശയമില്ല. അയ്യോ എനിക്ക് സാധിക്കുന്നില്ല, തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അത് വിടാതെ എത്ര പറഞ്ഞാലും എന്തൊക്കെ അനുഭവം ഉണ്ടായാലും വിടാതെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു സ്വഭാവമാക്കി മാറ്റണം. അതാണ് ജ്ഞാനയോഗത്തിലുള്ള നിഷ്ഠ. പിന്നെ മനുഷ്യനോട് തുടക്കത്തിൽ പോലും ബ്രഹ്മപ്രജാപതി പറഞ്ഞിട്ടുണ്ട്, ദാനശീലം ഉണ്ടായിരിക്കണം. മനുഷ്യന് എളുപ്പം സിദ്ധി നേടാനുള്ള താനൊഴിച്ച് കിട്ടുന്ന ഒരു കൈ കിട്ടുന്ന മറുകൈ അറിയാതെ കൊടുത്തുള്ള ഇതാ ദാനശീലം എന്ന് പറയുന്നത്. ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രസാദിക്കുന്ന അതാ. എന്നാൽ എൻ്റെ എന്ന് പറഞ്ഞ് കിട്ടുന്നതൊക്കെ എടുത്തു വെച്ചാൽ അവൻ ഭഗവാന്റെ മുമ്പിൽ കള്ളനാവുകയും ചെയ്യും. ഒരു കൈ കിട്ടുന്നത് എന്ത് കിട്ടിയാലും വേണ്ടില്ല, അതൊക്കെ ചിലവാക്കി എടുത്തു വെക്കാൻ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കണേ എന്തിനാ? ഭഗവാന്റെ ചോദ്യം, നിനക്ക് വേണ്ടുന്നതൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് വേണ്ടുന്നതൊക്കെ കിട്ടിയാൽ പോരെ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ നടന്നാൽ പോരെ? എന്തിനു ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കണേ? ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ പിൻതുലാഭനം അതിന് വേണ്ടിയിട്ടായിരിക്കും യുദ്ധം ചെയ്യാൻ. അവർ വേറൊരു കർമ്മം ചെയ്യില്ല, തമ്മിൽ തല്ലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഒരു കാര്യത്തിനും ഫണ്ട് ശേഖരിക്കരുത്. ഫണ്ട് അഥവാ നിങ്ങൾ ശേഖരിച്ചോ, ഇപ്പം എന്ത് ചെയ്യണോ അതിന് വേണ്ടത് ശേഖരിച്ചോ, അത് ചെയ്തോളാം. ബാലൻസ് നില്ലാക്കിക്കൊള്ളാം. 0 ബാലൻസ് അക്കൗണ്ടേ തുറക്കാവുള്ളൂ. പ്രത്യേകിച്ച് ഈശ്വര കാര്യങ്ങൾ എന്താവശ്യമുണ്ടോ അത് നടന്നോളും. ഭഗവാൻ ആ ഒരു ലെവലിൽ നിൽക്കണം. അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ വേണ്ട
കിട്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കിട്ടലും ഉണ്ടാവില്ല, നിങ്ങളൊട്ട് കൊടുക്കലും ഉണ്ടാവില്ല. കിട്ടുന്നത് ആദ്യം കൊടുക്കൂ. അതാണ് ദാനശീലം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് കൊടുക്കൂ ബാക്കിയുള്ളവർക്ക്. അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും എടുത്തു കൊടുക്കാനൊന്നുമില്ല, വേണ്ട, നിങ്ങൾക്കിപ്പോൾ ഈ അറിവ് കിട്ടുന്നുള്ള ഇത് നിങ്ങൾ 10 പേർക്ക് പറഞ്ഞു കൊടുക്കും, ഷെയർ ചെയ്യും. നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ ജ്ഞാനയജ്ഞം നടക്കുന്നത് എത്ര പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ഷെയർ ചെയ്യൂ. ഇത് വിദ്യ പരമപ്രധാന ദാനമാണ്. ഒരിക്കലും കൊടുത്താൽ നഷ്ടപ്പെടില്ല. ഞാൻ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഇത് പറഞ്ഞു തന്നാലും എനിക്ക് വല്ല നഷ്ടമുണ്ടോ? ഇരട്ടിയാവുകയും ചെയ്യും. അപ്പൊ ദാനശീലം ചെയ്യണമെങ്കിൽ ത്യാഗമനസ്ഥിതി വേണമെന്ന് ബ്രഹ്മപ്രജാപതി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അതെ, താനൊഴിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിലേ അതിനൊരു ത്യാഗമനസ്ഥിതി വേണ്ടേ? ഇല്ലെങ്കിൽ കിട്ടിയതൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരുന്നു ഇഷ്ടമുള്ളത് എടുത്തു വെക്കും, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറ്. അത് ദാനശീലമൊന്നുമല്ല. മറ്റുള്ളവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ മനസ്സ്, അവർക്ക് താല്പര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് പിടിക്കുകയൊന്നുമില്ല. അവർക്ക് എന്താണോ വേണ്ടത്, വിശപ്പുള്ളവൻ ആഹാരം കൊടുക്കുക, വസ്ത്രം വേണ്ടവനും വസ്ത്രം കൊടുക്കുക. അത് ദാനശീലം ഉണ്ടായിരിക്കണം. അത് ദൈവീയ സമ്പത്ത്, മാനവസേവ, മാധവസേവയായിട്ട് മാറുന്നർത്ഥം. ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കും നിങ്ങൾ ഈ ദാനശീലം ഉണ്ടാക്കി. ഇന്ദ്രിയ നിയന്ത്രണം, ഇന്നയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ബ്രാഹ്മണർക്ക് കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. ബ്രാഹ്മണർക്ക് പണ്ടുള്ളവർ, ക്ഷത്രിയരൊക്കെ ബ്രാഹ്മണരെ വിളിച്ചാൽ എന്തും കൊടുക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? അങ്ങനെ വെറുതെ കിട്ടുന്ന ആരെങ്കിലും ബ്രാഹ്മണർ ഇന്ന് വരെ നന്നായിട്ടുമില്ല. കാരണം എല്ലാം കൂടെ കൂട്ടി ഒഴിഞ്ഞായിരിക്കും ചിലപ്പോൾ കൊണ്ടുവയ്ക്കണതേ. അത് ഏറ്റെടുക്കണമെങ്കിൽ, അത് പ്രയോഗിക്കണം, അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൈ കിട്ടുന്നത് മറു കൈയിൽ ചെലവാക്കണം ബ്രാഹ്മണർ. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ബ്രാഹ്മണർക്ക് അതിന് അധികാരമുണ്ട്. മറ്റുള്ളവരുടെ ദോഷങ്ങളെ, പാപദോഷങ്ങളെ ഏറ്റെടുക്കാനുള്ള അധികാരമുണ്ട്. അത് ഏറ്റെടുക്കുകയും വേണം. പക്ഷെ തൻ്റെ പ്രൊട്ടക്ഷന് ഗായത്രി മന്ത്രം ജപിക്കണം, സഹസ്രാവർത്തി ജപിക്കണം, ഉപാസന വേണമെന്ന് പറയുന്നത് അതുകൊണ്ട്. പുണ്യപ്രവൃത്തിയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ത്യാഗമൊക്കെ ചെയ്യാന്ന് പറയുന്നത്. അതൊക്കെ ആവശ്യമാണ്. പക്ഷെ അതിന് സ്വന്തം പ്രൊട്ടക്ഷനും കൂടെ നോക്കാനും കൂടെ ഒരു വിധിയുണ്ട്. ഒരു കൈ കിട്ടുന്നത് മറുകൈ അറിയാതെ കൊടുക്കണം. സമ്പാദിച്ചു വെക്കാൻ നോക്കിയാൽ ഇന്ന് വരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല, അല്ലേ? പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. ദേവനെയും കൂടെ തന്നിട്ടാ പറഞ്ഞത്, ദേവനെ സംരക്ഷിക്കാനേ നിങ്ങൾക്ക് ഇതൊക്കെ തന്നേക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് ഈ ദാനശീലം ഉണ്ടായിരിക്കണം. ഇന്ദ്രിയ നിയന്ത്രണം, ആത്മനിയന്ത്രണം വേണം. ആത്മനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ദ്രിയ നിയന്ത്രണം യഥാസംഹരതേ ചായം ഓർമ്മ, അതിനൊക്കെ വിധി ഭഗവാൻ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥിതപ്രജ്ഞ തത്വം പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കുക, അല്ലേ? യഥാസംഹരത ചായം ഓർമ്മ, ഇവ കണ്ണുകളെ കാഴ്ചകളിൽ നിന്നും, ചെവിയെ കേൾവികളിൽ നിന്നും, ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് നമ്മളൊരു സാധനാപരം ഉണ്ടാക്കണം. ആത്മനിയന്ത്രണം അതിൽ നിന്നേ സാധിക്കും. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് കാഴ്ചശക്തിയും കേൾവി ശക്തിയെ നിയന്ത്രിച്ചാൽ മതി. നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ അതിനെ നിരോധിക്കുക എന്നല്ല. കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട എന്നല്ല. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പഠിക്കുക. ഇന്ദ്രിയ ശക്തികളിലൊക്കെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാന ദേവതയുണ്ട്. അപ്പൊ അത് വേണ്ട വിധത്തിൽ അതിനെ പോഷിപ്പിച്ച് നിലനിർത്തിയാൽ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുക. അതാണ് ഇന്ദ്രിയ നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മളെ ബാഹ്യവിഷയങ്ങളിലേക്ക് ആസുരി സമ്പത്തിന്റെ പിന്നാലെ പോകുന്ന മുൻപന്തിയിൽ നിൽക്കുന്നത് കണ്ണും ചെവിയാണ്. അതുകൊണ്ട് അതിനെ നിയന്ത്രിച്ചാൽ തന്നെ ബാക്കി 3 അതിന്റെ പിന്നിൽ നിൽക്കൂ. അപ്പൊ തുടക്കക്കാരെന്താ വേണ്ടേ? കണ്ടതിന്റെയും കേട്ടതിന്റെയും പിന്നാലെ ഓടിപ്പായാതിരിക്കുക. ഒന്ന് ആലോചിക്കുക, ഇതെനിക്ക് പറ്റിയതാണോ ഇല്ലയോ, എന്നിട്ട് അത് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ പോകാം. അപ്പൊ അത് കുറെ കാലത്തേക്കെങ്കിലും നിലനിർത്താൻ സാധിക്കും.
പിന്നെ എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും ഈശ്വരാർപ്പണ ഭാവം ഉണ്ടായിരിക്കണം. അത് പരോപകാരാർത്ഥമായിരിക്കണം. ഇത് ദൈവീയ സമ്പത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികൾ അങ്ങനെയൊക്കെ തന്നെ പ്രവർത്തിക്കും. എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതൊക്കെ ഈശ്വരാർപ്പണമായിരിക്കുകയും ചെയ്യും. അവർ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്നതായി. അത്തരത്തിലായിരിക്കണം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ അനങ്ങാതിരിക്കാനല്ല പറഞ്ഞേക്കുന്നത്. ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അഥവാ നീ അനങ്ങാതിരിക്കാൻ ശ്രമിച്ചാൽ നിന്റെ പ്രകൃതി അതിന് സമ്മതിക്കില്ല. സർവ പ്രകൃതി ജൈഗുണ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി അഹങ്കാരം കൊണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്നാ പിന്നെ ഇനി മേലാ ശ്വാസം എടുക്കരുത് ഞാൻ പറയും. ഞാനിനി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആള് എന്നാൽ നീ ശ്വാസം എടുക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളവും കുടിക്കാൻ പാടില്ല. അതൊക്കെ കർമ്മല്ലേ. ഉറങ്ങാനും പാടില്ല, ഉറക്കവും കർമ്മ. അപ്പൊ കർമ്മം നിഷേധിക്കാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കർമ്മം ചെയ്താൽ അതൊക്കെ പരപരാർത്ഥമായിരിക്കണം, ഈശ്വരാർപ്പണമായി. അതാണ് കർമ്മയോഗം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞത്. അതിനെന്താ വേണ്ടേ? അങ്ങനെ കർമ്മയോഗം അനുഷ്ഠിക്കണമെങ്കിൽ ആധ്യാത്മിക തത്വപഠനം വേണം. അടുത്ത ദൈവീയ സമ്പത്താണ്. ആധ്യാത്മികമായ തത്വപഠനം ഇല്ലാത്ത ആൾക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ സാധ്യല്ല. അത് വല്ലപ്പോഴും പഠിച്ചാൽ പോരാ, നിത്യയുക്തമായിട്ട് പഠനം ഉണ്ടായിരിക്കണം. കറണ്ട് വന്നോണ്ടിരുന്നാലല്ലേ ലൈറ്റ് കത്തുള്ളൂ. ഇരുട്ടുമുറിയിൽ ഒരു ലൈറ്റ് കൊണ്ടുവച്ചാൽ പിന്നെ ഇരുട്ടി നിൽക്കാൻ പറ്റുമോ? അപ്പൊ ഈ ദൈവീയ സമ്പത്ത് പോഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആധ്യാത്മിക തത്വപഠനം വേണം. അതിന്റെ ഭാഗമാണ് ആദ്യം പറഞ്ഞത് ജ്ഞാനയോഗത്തിൽ നിഷ്ഠ വേണം എന്ന് പറഞ്ഞതിന്റെ കാര്യം. ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചോളണം. ആധ്യാത്മിക തത്വം പഠനം നടത്തിയ ആൾക്ക് അത് ഓട്ടോമാറ്റിക് ജ്ഞാന യോഗത്തിൽ നിഷ്ഠയാവും. അതിനൊരു തപസ് വേണം. തപസ് എന്ന് പറയുന്നത് ഒരു കാട്ടിൽ പോയിട്ടിരുന്ന നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്നതല്ല തപസ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് തപസ് ചെയ്യണം, ചെവി കൊണ്ട് തപസ് ചെയ്യണം, നമ്മുടെ ഇന്ദ്രിയ ശക്തികളൊക്കെ വേണ്ട വിധത്തിൽ വേണ്ടതുപോലെ ഉപയോഗിക്കുന്ന ഒരു തപസ്സാണ്. ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സുണ്ട്, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ്സുണ്ട്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്സുണ്ട്. അല്ലാതെ ഒരു കാട്ടിൽ പോയിരുന്നിട്ട് നമ്മൾ ആ പിക്ചർ തപസ്സെന്ന് പറയുമ്പോഴത്തേനും നിശ്ചലനായിരിക്കുന്ന ഒരു മുനിയുടെ ചിത്രം മനസ്സിൽ വരിക അല്ലേ. അതല്ല നമ്മൾ ചെയ്യുന്ന ഈ പറയുന്ന ദൈവീയ സമ്പത്തിനെ നിലനിർത്താൻ ഒരു തപസ്സായിട്ട് അനുഷ്ഠിക്കും. പിന്നെ വക്രത കാണിക്കരുത്. വക്രത എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴി ഉപയോഗിക്കരുതെന്നർത്ഥം. വക്രബുദ്ധി കൊണ്ടൊന്നും കാര്യം സാധിക്കില്ല. ഈശ്വരപ്രാപ്തി ഒട്ടും സാധ്യമല്ല. എന്നാ ഒരു കൊട്ട നിറച്ച് പായസം ഗുരുവായൂരപ്പന് കഴിച്ചേക്കാം, എനിക്ക് ഈ പറയുന്ന ദൈവീയ സമ്പത്തൊക്കെ തരണേന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ചാൽ നടക്കുമോ? ഇതൊന്നും ചെയ്യാനൊട്ടും സാധിക്കില്ല. ഇത് വളഞ്ഞ ബുദ്ധിയാണ്. ഇതേപോലെ നമുക്ക് അർഹതയില്ലാത്തത് മറ്റൊരാൾക്ക് കിട്ടേണ്ടത് നമ്മൾ പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് വക്രബുദ്ധി ഉപയോഗിക്കുക, വളഞ്ഞ വഴികൾ ഉപയോഗിക്കുക. ഇതിനെയാണ് വക്രബുദ്ധി എന്ന് പറഞ്ഞാൽ. അതില്ലാതിരിക്കണം. പിന്നെ പരപീഡ ചെയ്യാതിരിക്കുക. പരപീഡ തന്നെയാണ് ഒരു തരത്തിൽ ഹിംസ എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ഒരു തരത്തിലും അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കാതിരിക്കുക, പീഡിപ്പിക്കാതിരിക്കുക. സത്യദീക്ഷ, സത്യത്തിൽ ഉറച്ചു നിൽക്കുക, സത്യത്തെ പാലിക്കൂ, സത്യമേ പറയൂ, സത്യമേ ചെയ്യൂ, സത്യത്തെ ആശ്രയിച്ച് നിൽക്കൂ എന്നുള്ളൊരു ദീക്ഷ എടുത്ത പോലെ തന്നെ ഇരിക്കണം. സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനാണ് സത്യദീക്ഷ എന്ന് പറയുന്നത്. അത് ദൈവീയ സമ്പത്ത. പിന്നെ ക്രോധമില്ലാതിരിക്കുക. അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ക്രോധം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇനി മേലാല് ക്രോധം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ക്രോധമില്ലാതിരിക്കണം.
എപ്പോഴാണോ ക്രോധം ഇല്ലാതിരിക്കുന്നത് അപ്പോഴാണ് അവിടെ ദൈവിക സമ്പത്ത് പ്രകടമാകും. ക്രോധിച്ചാൽ നിങ്ങൾക്ക് എന്ത് ദൈവിക സമ്പത്ത് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ തേച്ച് മാച്ച് കളയും. നിമിഷ നേരം കൊണ്ടൊക്കെ അസ്ഥാനത്തായി. ധ്യായതോ വിഷയാൻ വംശക സംഘർഷേഷു ഉപജായതേ സംജായതേ കാമാൽ കാമാൽ ക്രോധോപിജായതേ ക്രോധാൽ ഭവതി സമ്മോഹക സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതി വംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശതി. ക്രോധത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ എത്ര ജ്ഞാനിയായിരുന്നാലും ദുർവാസാവാണെങ്കിലും അംബരീഷിനെ ശരണം പ്രാപിക്കേണ്ട അവസ്ഥയുണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ക്രോധത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചോളൂ. ത്യാഗമനോഭാവം, ത്യജിക്കാനുള്ള മനോഭാവം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ത്യാഗം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്താ ഏറ്റവും വലിയ ത്യാഗം? മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടങ്ങളെ മുഴുവൻ ത്യജിക്കുന്ന ത്യാഗമാണ് ഏറ്റവും വലിയ ത്യാഗം. കൃഷ്ണൻ ഒരു ജന്മം മുഴുവൻ ജീവിച്ചത് തൻ്റെ കാര്യം നടത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ത്യാഗമനം. ഞാനും ഇപ്പോൾ ഒരു ത്യാഗിയാണ്. 42 വയസ്സിന് ശേഷം എൻ്റെ സ്വന്തം താല്പര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വീട് വരെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ മറ്റുള്ളവരുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട്, ഈശ്വരപ്രാപ്തിയിലേക്ക് അവരെ നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സകലതും ഉപേക്ഷിച്ചിരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ത്യാഗം. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിക്കുന്ന ത്യാഗം. അങ്ങനെയുള്ളവരെയാണ് ഒരമ്മയെ കരയുന്ന, വാശി പിടിച്ച് കരയുന്ന കുട്ടി പോലും തേടിപ്പോകുന്നത് പോലെ മറ്റുള്ളവരൊക്കെ മറ്റുള്ളവരുടെ ഇഷ്ടത്തെ തേടി നടക്കാൻ പോകുന്ന ശത്രുക്കൾ വരെ അന്വേഷിച്ച് വരുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ ഒരു മനോഭാവമുണ്ട്. ഇന്നല്ലേ നാളെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനും തെറ്റായിട്ട് കരുതാനും ഒക്കെ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ടല്ലോ. അതിനൊന്നും, പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാലോ, കാലദേശ ഭേദമന്യേ ഈശ്വരനെ തേടി നമ്മൾ പോകുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു ത്യാഗമനോഭാവം ഉള്ള ആളെ തീർച്ചയായിട്ടും ഈശ്വരനെ തേടുന്ന പോലെ അവരെയും തേടി വരും എന്നർത്ഥം. സകലതിനെയും ആകർഷിക്കാറുണ്ട്. അവന് അങ്ങനെ ഒരു ഭാവമുള്ള ആള് ഈശ്വരനായിട്ട് മാറും എന്നർത്ഥം. അതാണ്. അപ്പോൾ ത്യാഗമനോഭാവം, ആ ദാനശീലത്തെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു ത്യാഗമനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകണം, എന്നാലേ ദാനം ചെയ്യാൻ പറ്റൂ. അത് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല, ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്ന് പറയും. അപ്പം ഗീത എന്ന് റിപ്പീറ്റ് ചെയ്ത് ജപിച്ചു നോക്കൂ. എന്താ അർത്ഥം വരിക? ത്യാഗി 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 ഗീത 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 ഗീത. ഗീത പഠിപ്പിക്കുന്നത് ത്യാഗമനോഭാവത്തെ ഉത്ഭവിപ്പിക്കാനാണ്. അപ്പോൾ ത്യാഗമനോഭാവം പറഞ്ഞാൽ അക്ഷോഭ്യത എന്ന് പറഞ്ഞാൽ നിസ്സംഗഭാവമാണ്. ഒന്നിലും വിചാരങ്ങൾക്ക് അടിമയാകാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് അക്ഷോഭ്യത എന്ന് പറയുന്നത്. ക്ഷോഭമില്ലാതെ, ക്ഷതമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ. പിന്നെ ആസക്തി ഇല്ലാതിരിക്കുക. ആസക്തി എന്ന് പറഞ്ഞാൽ എന്താ? അത്യാഗ്രഹം. എത്ര കിട്ടിയാലും മതിവരാത്ത അവസ്ഥയ്ക്കാണ് ആസക്തി എന്ന് പറയുന്നത്. അതില്ലാതിരിക്കണം. പിന്നെ പരദൂഷണം ചെയ്യാതിരിക്കുക. അത് ഇഷ്ടംപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അത് കുറേശ്ശെ കുറയ്ക്കാൻ നോക്കാം. കൂടത്തിൽ കൂടിയിട്ട് ചിലപ്പോൾ ഞാനും പരദൂഷണം പറയും മക്കളുടെ കൂടെ കൂട്ടിയിട്ട്. വേണ്ടാന്ന് വിചാരിക്കും. എന്നിട്ട് പിന്നെയും കൂടത്തിൽ കൂടിയിട്ട് ആരുടെയെങ്കിലുമൊക്കെ കുറ്റം പറയും അല്ലേ? അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് അവബോധം ഉണ്ടാകാൻ പറയും, നിർത്തിക്കോളും, ഇനി നാമം ജപിക്കുക കുറച്ച് നേരം എന്ന് ഞാൻ പറയാറുണ്ട്. പരദൂഷണം മനുഷ്യ സ്വഭാവമാണ്, അതില്ലാതിരിക്കുക. ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലേ നമുക്കൊരു സമാധാനവും എന്നാണ് അല്ലേ? മനസ്സലിവുണ്ടാകുക. മറ്റ് ജീവജാലങ്ങളോടും മറ്റ് ജീവികളോടും പ്രത്യേകിച്ചും ദുഃഖിക്കുന്നവരോട് മനസ്സലിവുണ്ടാകും. അവരുടെ ദുഃഖത്തെ ക്ഷമയോടെ എന്താണെന്ന് അറിഞ്ഞിട്ട് ക്ഷമയോടെ നമ്മൾ ദുഃഖമില്ലാതെ അവരുടെ ദുഃഖത്തെ മാറ്റിക്കൊടുക്കാൻ ശ്രമിക്കണമെങ്കിൽ അവരോട് മനസ്സലിവുണ്ടാകണം. അപ്പോഴേ സാധിക്കും.
അപ്പോൾ ആ മനസ്സലിമയാണ്, കാരുണ്യമാണ്. ഭഗവാൻ അത് ധാരാളം ഉണ്ട്. അതുകൊണ്ട് ആ മറ്റുള്ള സങ്കടമൊക്കെ കേട്ടിട്ട് അത് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അധർമ്മ പ്രവൃത്തികൾക്ക് ലജ്ജ ഉണ്ടാവണം. ലജ്ജ നമ്മുടെ ഒരു ഗുണമാണ് ഈശ്വരീകരണം. എന്തിനു വേണ്ടിയിട്ട്? ഈശ്വര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചൊന്നും ലജ്ജിച്ചാൽ തരക്കേടില്ല. മനസ്സിലായില്ലേ? ഈശ്വരഹിതത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള ഒരു ലജ്ജ നമുക്കുണ്ടായിരിക്കണം. ചാബല്യമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചഞ്ചലാവസ്ഥ. ചാബല്യം എന്ന് പറഞ്ഞാൽ ചഞ്ചലാവസ്ഥ, അതില്ലാതിരിക്കുക. ദൈവിക സമ്പത്ത് ദൈവിക ദുഃഖം ആണ് ഈ ചാബല്യം എന്ന് പറയുന്നത്. അതില്ലാതിരുന്നാലോ അത് ദൈവിക സമ്പത്തിന്റെ ശ്രേഷ്ഠതയാണ്. 3 ദുഃഖങ്ങളിൽ ഒരു ദുഃഖമാണ് ആദി ദൈവിക ദുഃഖം എന്ന് പറയുന്നത്. ആ ആദി ദൈവിക ദുഃഖം ദൈവാധീനം കുറഞ്ഞുമ്പോഴാണ് ഈ ചഞ്ചലാവസ്ഥ ഉണ്ടാവുക. മനസ്സിന് പോലും സ്റ്റേബിലിറ്റി ഇല്ലാതെ വരിക. അതാണ് ടെൻഷൻ എന്നൊക്കെ പറയാം. അതാണ് ചാബല്യം എന്ന് പറഞ്ഞാൽ. അതില്ലാതിരിക്കണം. പിന്നെ തേജസ്, ഈ ദൈവിക സമ്പത്തിന്റെ പോഷണം ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയാൽ തേജസ് തിരിച്ചറിയാം. ഒരു കണ്ണുകളിലും അവരുടെ മുഖത്തും രക്തോട്ടത്തിൻ്റെതായ ഒരു തേജസ് കാണാൻ സാധിക്കും. ഒരു വെളിച്ചം എന്നർത്ഥം. ക്ഷമ ദൈവിക സമ്പത്താണ്. ശത്രുക്കളോടുകൂടെ ക്ഷമിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിരിക്കണം. പിന്നെ ധൈര്യം, സാത്വിക ധൈര്യത്തിലേക്ക് എത്തണം. സാത്വിക ധൈര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ആശ്രയിച്ച് നിർഭയത്വം ഉണ്ടായാൽ ആ നിർഭയത്വത്തിൽ നിന്ന് ഒരു ധൈര്യം വരും നമുക്ക്. ഈ ധൈര്യം വന്നാലാണ് നിർഭയത്വം ഉണ്ടാകുക. ധൈര്യം ഉണ്ടാകണം എന്ത് വേണം? ഈശ്വരനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ഈശ്വര ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ഈ ധൈര്യവും ഉണ്ടാകും. ഈ ധൈര്യമുള്ളവന് നിർഭയത്വം ഉണ്ടാകും. ദ്രോഹബുദ്ധി ഇല്ലാതിരിക്കാം. ഈ ധൈര്യമൊക്കെ കിട്ടി എന്നാൽ എല്ലാവരും ദ്രോഹിക്കാന്ന് വിചാരിച്ചാൽ, എനിക്കാരെയും പേടിയില്ല എന്ന് പറയുകയും ആ ധൈര്യം കാണിക്കുകയും ചെയ്യുക, കാണുന്നവരെയൊക്കെ വേദനിപ്പിക്കുക, അവരെയൊക്കെ ദ്രോഹിപ്പിക്കുക. ഇങ്ങനെയുണ്ട്. ദൈവാധീനം കൂടിയാലും ഇങ്ങനെയുണ്ട് ചില പ്രശ്നം. പക്ഷേ എനിക്കാരെ ആശ്രയിക്കേണ്ടി വരില്ല, ഞാൻ ആരുടെ മുമ്പിലും മുട്ടുകിടക്കില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ വരെ മുട്ടുകിടക്കില്ല. ഇതിനും വേണ്ട ഒരു ധൈര്യം. ഇതും ധൈര്യ. അപ്പം അതുകൊണ്ട് പിന്നെ ഏറ്റവും വലിയൊരു ദൈവിക സമ്പത്താണ് ഞാനെന്ന ഭാവം ഇല്ലാതിരിക്കുക. ഈ ഗുണങ്ങളൊക്കെ ഉണ്ടായാൽ എന്താ കുഴപ്പമെന്ന് അറിയാം? ഈ ഗുണങ്ങളൊക്കെ നമ്മളിൽ പ്രകടമാകാൻ തുടങ്ങിയാൽ പിന്നെ ഈ സാധനം തലപൊക്കും. എന്താ? ഞാൻ, പിന്നെ ഞാനായി ഒക്കെ അല്ലേ? ഒക്കെ എൻ്റെ ആയി. അതെ, ജ്ഞാനം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ജ്ഞാനമായിട്ട് പരിണമിച്ചാൽ അതിലും അഹങ്കരിക്കുന്ന അർത്ഥം. അപ്പം ഞാനെന്ന ഭാവം വരും, ദുരഭിമാനം വരും. ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവും ഞാനെന്ന ഭാവം ക്രിയേറ്റ് ആയാൽ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ പറയുന്ന 26 ഗുണങ്ങളാണ് ദൈവിക സമ്പത്ത്. നമ്മളൊക്കെ ദൈവിക സമ്പത്തോടു കൂടി ജനിച്ചവരാണ്, സംശയമൊന്നുമില്ല. ഇതുകൊണ്ട് ഇല്ലെങ്കിൽ ഇത്രയും സമയം ഇരുന്നുകൊണ്ട് ഇതൊന്നും വിചാരം ചെയ്യില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ ദൈവിക സമ്പത്ത് എന്താ ഈ പറഞ്ഞ 26 ഗുണങ്ങളും ദൈവിക സമ്പത്താണ് എന്ന് സാരം. ദേവ വിഭൂതിക്ക് അർഹനായിട്ടുള്ളവന് ഈ ഗുണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. അത് നമ്മളിൽ കുറേയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ പോഷിപ്പിക്കുക, ഇല്ലാത്തത് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സമർപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാസംകുചക്രം കൗമോദകീം സരസ്യം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദകാസം അദാലേശമനസം പ്രതിഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം ശാന്തി ശാന്തി ശാന്തി.